നിങ്ങൾക്കറിയാവുന്നതുപോലെ ചലച്ചിത്ര ഗാനങ്ങളിലൂടെ നാം മലയാളികളെ സംസ്കാരം എന്തെന്ന് പഠിപ്പിച്ച ചില കവികൾ നമുക്കുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ആദ്യം പറയേണ്ട പേര് വയലാർ രാമവർമ്മയുടേതാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1972 53 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി, ചക്രവർത്തിനി നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനി എന്ന് പറഞ്ഞാൽ രാജ്ഞിമാരുടെ രാജ്ഞി എന്നാണ് അർത്ഥം. ഇവിടെ പ്രണയത്തിൻ്റെ ചക്രവർത്തിനിയാണ് തൻ്റെ നായിക എന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു വയലാർ രാമവർമ്മ. അവിടെയാണ് വയലാറിൻ്റെ മഹത്വം. ഈ സിനിമ കണ്ടവർക്കറിയാം, മലയാള നാട് വാരികയിൽ തൻ്റെ കവിത അച്ചടിച്ച് വരുമ്പോൾ ദിനേശൻ എന്ന കവി, രാഘവൻ അവതരിപ്പിച്ച കഥാപാത്രം ദിനേശൻ എന്ന കവി രാജപ്പൻ എന്ന കൂട്ടുകാരനെ സുധീർ അവതരിപ്പിച്ച കഥാപാത്രത്തെ പാടിക്കേൽപ്പിക്കുന്നതായിട്ടാണ് സന്ദർഭം. യേശുദാസും മാധുരിയും വെവ്വേറെ പാടിയ ഗാനമാണിത്, ദേവരാജൻ്റെ സംഗീതത്തിൽ. അതിലെ നായികയായിട്ട് വന്നത് രോജാ രമണി എന്ന തമിഴിലും മലയാളത്തിൽ വന്നപ്പോൾ ശോഭന എന്ന പേര് മാറ്റിയ ഈ ഇവിടെ കഥാപാത്രമായി വന്ന ശാന്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നായികയുമാണ്. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. ശില്പഗോപുരം കവിയുടെ മനസ്സു തന്നെയാവാം. പുഷ്പപാതുകം പുറത്തു വയ്ക്കുന്നത്, കാരണം രാജ്ഞിമാരുടെ രാജ്ഞിയാണ്. അതുകൊണ്ടാണ് പുഷ്പപാതുകം, പാതുകം ചെരുപ്പ്, പുഷ്പപാതുകം പൂ കൊണ്ടുള്ള ചെരുപ്പാണ് അവൾ അണിഞ്ഞിരിക്കുന്നത്. ആ പ്രയോഗമൊക്കെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. പുഷ്പപാതുകം അതുപോലും പുറത്തു വയ്ക്കൂ നീ, നഗ്നപാതയായി അകത്തു വരും. അവിടെയാണ് മലയാളികൾക്ക് ആ സംസ്കാരം വയലാർ രാമവർമ്മ മനസ്സിലാക്കി തരുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ പോലും ചെരുപ്പ് പുറത്തു വയ്ക്കും. അന്യൻ്റെ വീട്ടിൽ കയറുമ്പോൾ, പള്ളിയിൽ കയറുമ്പോൾ, അമ്പലത്തിൽ കയറുമ്പോൾ, മോസ്കിൽ കയറുമ്പോൾ ചെരുപ്പ് പുറത്തു വയ്ക്കും. അതാണ് മലയാളി ആർജിച്ച സംസ്കാരം. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു സംസ്കാരം ഉള്ളതായിട്ട് എനിക്കറിയില്ല. പുഷ്പപാതകം പുറത്തു വയ്ക്കു നീ, അത്രമാത്രം ദിവ്യമാണ് ഞാൻ നിനക്ക് വേണ്ടി പണിത ശില്പഗോപുരം. അതുകൊണ്ട് അതുപോലും പുറത്തു വെച്ച് നഗ്നപാതയായിട്ട് വേണം നീ അകത്തു വരാൻ എന്ന് മലയാളികളെ പറഞ്ഞു മനസ്സിലാക്കിയ വയലാർ രാമവർമ്മ. അതേസമയം ONV കുറുപ്പ് സാറ് വേറൊരു ചിത്രത്തിന് വേണ്ടി, ജാലകം എന്ന ചിത്രത്തിന് വേണ്ടി, ഹരികുമാർ, മരിച്ചുപോയ ഹരികുമാറിൻ്റെ സിനിമ, അതിനുവേണ്ടി എഴുതിയ പാട്ട് മറ്റൊന്നാണ്. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒരു ദലം മാത്രം വിടർന്ന ചെമ്പനീർ മുകുളം, മുകുളം എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്, ചെമ്പനീർ പൂവെന്നല്ല. ഒരു ദലം മാത്രം, ഒരു ദലമേ വിടർന്നിട്ടുള്ളൂ. കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് അവൾ കടന്നു പോകുന്നതേയുള്ളൂ എന്ന സൂചന അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. സിനിമ കണ്ടവർക്കറിയാം, അശോകനാണ് അതിലെ നായകൻ. ഇപ്പോൾ ജയറാമിൻ്റെ ഭാര്യയായിട്ടുള്ള പാർവതിയാണ് നായിക. അതിലെ കഥാപാത്രങ്ങളുടെ പേര് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ആ അഭിനേതാക്കളെ പേര് പറയേണ്ടി വരുന്നത്. ചിത്രകാരനായ അശോകൻ ചിത്രം വരയ്ക്കുകയാണ് ചുമരിൽ. അപ്പോൾ നായിക അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ആണ് ഈ പാട്ട് നമ്മൾ കേൾക്കുക. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. സരള കപോലങ്ങൾ, അടുത്ത വരി. സരളമെന്ന് വെച്ചാൽ ഇളകുന്ന, ഭംഗിയുള്ള, മുത്തുപോലുള്ള ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അർത്ഥതലങ്ങളുണ്ട്. എത്ര കരുതിക്കുട്ടിയാണ് ONV സാർ ആ വാക്ക് പറയുന്നത്. സരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ. ഞാനൊരു പുരുഷനായതുകൊണ്ട് ആ സരള കപോലങ്ങൾ നുള്ളി നോവിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ മലയാളിയാണെന്ന ബോധം ഉള്ളതുകൊണ്ട് ഞാനത് ചെയ്യാതെ, തഴുകാതെ നോക്കി നിന്നു. തഴുകാതെ ഞാൻ നോക്കി നിന്നു. നോക്കി നിൽക്കുന്നതിന് കപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെയാണ് ONV സാറ് മലയാളികൾക്ക് സംസ്കാരം എന്തെന്ന് പഠിപ്പിച്ചു തന്നത്. ഇനി P. ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ മറ്റൊരു ഗാനത്തിൻ്റെ സ്ഥിതി വേറെയാണ്. ഭാസ്കരൻ മാസ്റ്റർ അറിയാമല്ലോ, നമ്മുടെ ഭാഷയിലാണ് എപ്പോഴും സംസാരിക്കുന്നത്. വളരെ ലളിതമായിരിക്കും, കേരളീയ പശ്ചാത്തലമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഏത് ഗാനത്തിലുമുള്ളത്. പരീക്ഷ എന്ന സിനിമയിൽ
പെണ്ണ് കാണാൻ വന്നു, കല്യാണം ഉറപ്പിച്ചു. അപ്പം നായികയ്ക്കൊരു സംശയം, എൻ പ്രാണനായകനെ എന്തു വിളിക്കും, എങ്ങനെ ഞാൻ നാവെടുത്തു പേര് വിളിക്കും സഖി. അന്നൊക്കെ തോഴിമാർ കൂടെ കാണും. കൂട്ടുകാരിയോടാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കുക. എൻ പ്രാണനായകനെ എന്തു വിളിക്കും, എങ്ങനെ ഞാൻ നാവെടുത്തു പേര് വിളിക്കും, മധുരപ്പേരായിരം മനസ്സിലുണ്ടെങ്കിലും മറ്റുള്ളവർ കേൾക്കേ ഞാൻ എന്തു വിളിക്കും. എൻ്റെ മനസ്സിൽ ഒരുപാട് പേരുണ്ട്, പക്ഷെ മറ്റുള്ളവർ കേട്ട് ആക്ഷേപിക്കുമോ എന്നുള്ള, അധിക്ഷേപിക്കുമോ എന്നുള്ള ഭയമാണ് എന്നിലുള്ളത് എന്ന് കൂട്ടുകാരിയോട് പങ്കുവയ്ക്കുന്ന പാട്ട്. അവിടെയും നമ്മുടെ ഒരു സംസ്കാരം മനസ്സിലാക്കാം. ഞാനൊക്കെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അയൽവക്കത്തെ പെണ്ണുങ്ങൾ സ്വന്തം ഭർത്താക്കന്മാരെ വിളിച്ചിരുന്നത് ദേ, നോക്കിയേ, പിന്നെ, കേട്ടോ, ദാണ്ടേ, പിള്ളേരുടെ അച്ഛ. അന്ന് കുട്ടിയല്ല, ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് പിള്ളേരുടെ അച്ഛ എന്ന് വിളിക്കുന്നത് അർത്ഥവത്താണ്. പിള്ളേരുടെ അച്ഛ എന്നൊക്കെയായിരുന്നു. കാലം മാറി കുറച്ചുകൂടെ ഞാൻ വലുതായപ്പോൾ എൻ്റെ കൗമാരമൊക്കെ ആയപ്പോഴത്തേക്ക് അതേ സ്ത്രീകൾ തന്നെ സ്വന്തം ഭർത്താക്കന്മാരെ ചേട്ടാന്ന് വിളിക്കാൻ തുടങ്ങി, പിന്നീട് പേര് വിളിക്കാൻ തുടങ്ങി. ഇപ്പം സംഗതി മാറി, എടാ നീ വാടാ പോടാ എന്ന വിളിയായി. റീൽസൊക്കെ കണ്ടിട്ടില്ലേ, ആ തരത്തിലാണ് വിളിക്കുന്നത്. അപ്പം പാട്ടും സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് മാറി. ആരടാ ഞാനടാ വാടാ കൂമ്പിനിടി, പോരടാ കാണടാ കൂടാം മുട്ടിനിടി, അമ്പിളി ഇമ്പിളി ഈന്തപ്പഴം കഴിച്ചപ്പോൾ പ്രാ പ്രീ പ്രൂ ഇടി. ഇതാണ് ലേറ്റസ്റ്റ് പാട്ട്. ഇടി എന്ന സിനിമയിൽ, ഇടി എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ചുരുക്കെഴുത്താണ്. ആരടാ ഞാനടാ വാടാ കൂമ്പിനിടി, പോരടാ കാണടാ കൂടാം മുട്ടിനിടി. അമ്പിളി അറിയാം, അമ്പിളിയമ്മാവൻ കൊച്ചുകുട്ടിക്ക് വരെ അറിയാം. ഇമ്പിളി എന്താണെന്ന് ഈ എഴുതിയാളൊന്നും അറിയില്ല, നമുക്ക് ആർക്കെങ്കിലും അറിയാമോ ഇമ്പിളി? ഈന്തപ്പഴം കഴിച്ച, ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഡേറ്റ്സ്. അറബി നാടുകളിൽ നിന്ന് സുലഭമായി കിട്ടുന്ന സാധനമാണിപ്പോൾ ഈ ഡേറ്റ്സ്. അത് കഴിച്ച പ്രാ പ്രീ പ്രൂ ഇങ്ങനെ ഇടിക്കാൻ തോന്നുമെന്നാണ് ഇതിൻ്റെ രചയിതാവ് പറയുന്നത്. മിടുക്കനായ പി ഭാസ്കരൻ മാസ്റ്റർ ഒരിക്കൽ എഴുതി, അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മുടെ ഒന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം, അന്ന് നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും. അല്ലിയാമ്പൽ കടവ് അന്വേഷിച്ച് ഒരിടത്തും പോണ്ട, കേരളത്തിൽ എവിടെയും ഉണ്ട്, കുട്ടനാട് തന്നെ പോകണമെന്നില്ല. അല്ലിയാമ്പൽ കടവിൽ അന്ന്, അത് മനഃപൂർവ്വം പ്രയോഗിച്ചിരിക്കുകയാണ് അന്ന് എന്നൊരു ചോദ്യം നമ്മളിൽ ഉയരും. ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, അതൊരു മധ്യവേനൽ അവധിക്കാലമായിരിക്കും, മാർച്ച് ഏപ്രിൽ മാസം. അപ്പോഴാണ് പുഴയിലും കുളത്തിലുമൊക്കെ വെള്ളം കുറച്ച് വറ്റി, അരവര മാത്രം വെള്ളമുള്ള സമയം. അല്ലിയാമ്പൽ കടവിൽ അന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പ് വെള്ളം. കൊതുമ്പ് വെള്ളം അറിയാമല്ലോ, ഒരാൾക്ക് മാത്രം തുഴഞ്ഞു പോകാൻ പറ്റുന്ന ഇതാണ് കൊതുമ്പ് വെള്ളം. പക്ഷേ ഇവരുടെ ബന്ധത്തെ, ഈ നായികാനായകന്മാരുടെ, കാമുകന്മാരുടെ ബന്ധത്തെ സുദൃഢമാക്കുവാൻ വേണ്ടി, പൊൻവി സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞ പ്രഗാഢമായ ബന്ധത്തെ കാണിക്കാൻ വേണ്ടി ഭാസ്കരൻ മാഷ് അവരെ രണ്ടുപേരെയും കൂടി ഈ കൊതുമ്പ് വെള്ളത്തിൽ കയറ്റി വിട്ടു. അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പ് വെള്ളം, അന്ന് നമ്മുടെ നെഞ്ചിലാകെ. ഇത് ഗൃഹാതുരത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണ് നായകൻ നായികയെ. നമ്മളെയും ഈ കാണുന്ന സിനിമ കാണുന്ന റോസി എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ, ജോബിൻ്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ പാട്ടാണ്. കെ പി ഉദയഭാനു പാടേണ്ടിയിരുന്ന പാട്ട്, അദ്ദേഹത്തിൻ്റെ കലശലായ ജലദോഷം കാരണം അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി അന്നൊന്നുമല്ലാതിരുന്ന യേശുദാസ് പാടി മനോഹരമാക്കിയ പാട്ട്. അതോടുകൂടി യേശുദാസിൻ്റെ തലവര തെളിഞ്ഞു. ഈ പാട്ടോടുകൂടിയാണ് യേശുദാസായി മാറിയത്. അത് യേശുദാസിൻ്റെ ഭാഗ്യം. അന്ന് നമ്മളൊന്നായി തുടങ്ങില്ലേ കൊതുമ്പ് വെള്ളം, അന്ന് നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്ക്. അത് എഴുതിയ ഭാസ്കരൻ മാഷിൻ്റെ കുഴിമാടത്ത് ചെന്ന് ഇന്നത്തെ പാട്ടെഴുത്തുകാർ നമസ്കരിക്കണമെന്ന് ഞാൻ പറയും. അനുരാഗ കരിക്കിൻ വെള്ളം, അനുരാഗത്തെ കരിക്കും വെള്ളത്തോടാണ് അദ്ദേഹം കൽപ്പിച്ചിരിക്കുന്നത്. അനുരാഗം പ്രകൃതിദത്തമാണ്, അകൃത്രിമമാണ്, മധുരമുള്ളതാണ്. ഇതെല്ലാം ഇളനീരിനുമുണ്ട്. കൊക്കക്കോള എന്നല്ല അദ്ദേഹം എഴുതിയത്, ഫാൻറ്റാന്നും അല്ല. അന്ന് നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഇവരിങ്ങനെ തുഴഞ്ഞു പോവുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു. പാട്ടിൻ്റെ അടുത്ത ഭാഗം.
താമരപ്പൂ നീ ദൂരെ ദൂരെ ഒരു താമരപ്പൂ നിൽക്കുന്നു. അത് ആ നായിക കണ്ടു മോഹിച്ചു. അവളുടെ മനസ്സ് വായിച്ചറിയാൻ കഴിവുള്ള നായകൻ ഉടനെ തന്നെ എടുത്തു ചാടി അത് ചെന്ന് പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ, ആ തണ്ടൊടിഞ്ഞ താമര, അതൊക്കെ ആ നീന്തിച്ചെന്നതിൻ്റെ ആയാസം വെളിപ്പെടുത്താനുള്ള പ്രയോഗങ്ങളാണ്. തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. ഇങ്ങനെ എഴുതാൻ ഭാസ്കരന് മാഷിനെ കഴിയൂ. ഒരു പൂവാണ് നീ ആഗ്രഹിച്ചത്. പാഞ്ചാലി ഭീമസേനോട് സൗഗന്ധികം കൊണ്ടുവരാൻ പറഞ്ഞതുപോലെ ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഇവള് ആഗ്രഹിച്ചതേ ഉള്ളൂ. അവളുടെ മനസ്സ് വായിച്ചറിഞ്ഞ നായകൻ എടുത്തു ചാടി. അങ്ങനെയാണല്ലോ, അങ്ങനെയൊക്കെ ഒരു കുഴപ്പമുണ്ടല്ലോ പ്രണയത്തിന്, എന്ത് സാഹസവും കാണിക്കും. എടുത്തു ചാടി ഓടിച്ചെന്ന് പൂവ് പൊട്ടിച്ചു. പിന്നെ കൊണ്ടുവന്ന് അവളുടെ കൈ കൊടുക്കുമ്പോൾ അവളുടെ രണ്ട് കവിൾത്തടങ്ങളിലും താമരക്കാടു തന്നെ വിരിഞ്ഞു നിൽക്കുന്നു. ഞാൻ അടുത്തൊരു കാലത്ത് ഒരു സിനിമ കണ്ടു. എന്താണ്? മണിയറയിലെ അശോകൻ. അതിലൊരു പാട്ട് ഇതാണ്: മുഞ്ചത്തിപ്പെണ്ണെ ഉണ്ണിമായെ തഞ്ചത്തിലൊപ്പന പാടിവായോ. കേൾക്കുമ്പോൾ നമുക്ക് കൊള്ളാൻ തോന്നും. തേനൂറും എൻ്റെ പ്രേമം നീയെ. അനുരാഗക്കരിക്കും വെള്ളത്തിൻ്റെ ഇടയിലെത്ത് വരില്ലത്. എങ്കിലും തേനൂറും എൻ്റെ പ്രേമം നീയെ വലിയ കുഴപ്പമില്ല. പാലിട്ട പഞ്ചസാര ചായ നീ. പാലിട്ട ചായ, പഞ്ചസാര ഒഴിച്ച ചായ എന്നാണോ നമ്മൾ കേരളീയർ പറയുക? ഇവിടെ ധാരാളം വീട്ടമ്മമാരിപ്പുണ്ടല്ലോ, പറയട്ടെ. പാലിട്ട പഞ്ചസാര ചായ നീയെ. മണിയറയിലെ അശോകൻ എന്നല്ല ആ സിനിമയ്ക്ക് പേരിടേണ്ടത്, അശോകൻ്റെ വാഴക്കൃഷി എന്നാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ആ സിനിമ കണ്ടവർക്കറിയാം വാഴക്കൃഷി. ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി എടുത്ത ഡോക്യുമെൻ്ററി ആണോ എന്ന് തോന്നിപ്പോവും. അത്ര മാത്രം മോശപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതിലാണ് ഈ പാട്ട്. ഈ പാട്ടിൻ്റെ ശേഷിച്ച ഭാഗം കേട്ടാൽ ഈ ഗാനരചയിതാവിൻ്റെ വീട് നോക്കി നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾ അദ്ദേഹത്തെ തെറി വിളിച്ചിട്ട് വരും. ഉപ്പിലിട്ട മാങ്ങ നീയേ. നേരത്തെ പറഞ്ഞ പാട്ടിൻ്റെ ബാക്കിയാണ്. ഉപ്പിലിട്ട മാങ്ങ നീ. ഉപ്പിലിട്ട മാങ്ങ കണ്ടിട്ടില്ലേ? കണ്ണി മാങ്ങ ചുക്കി ചുളിഞ്ഞ് ഒരു 80 വയസ്സുള്ള 80-85 വയസ്സുള്ള മുത്തശ്ശിയല്ലേ നമുക്ക് ഉപ്പിലിട്ട മാങ്ങ നീയേ എന്ന് പറയുമ്പോൾ തോന്നുക? യൗവനയുക്തയായ ഒരു പെണ്ണിനെ നോക്കി ഉപ്പിലിട്ട മാങ്ങ നീയേ എന്ന് എഴുതാൻ പറയാൻ നാവ് പൊന്തുമോ? അവൾ എന്തുകൊണ്ട് ബോഡി ഷേമിങ്ങിന് കേസ് കൊടുത്തില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉപ്പിലിട്ട മാങ്ങ നീയേ, തെങ്ങിന്മേലെ തേങ്ങ നീയേ. തൃശ്ശൂരുകാർ പറയും എന്തൊട്ട് തേങ്ങയുടെ ഈ എഴുതി വെച്ചിരിക്കുകയാണ്. അതാണ് വാസ്തവം. നിരത്തിന്മേലെ മത്തി നീയേ, റോഡിന്മേലെ ടാറു നീയേ. ഇതൊക്കെ നിങ്ങൾ കേട്ട് തഴമ്പിച്ച പാട്ടുകളാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, എല്ലാം യൂട്യൂബിൽ അവൈലബിളാണ്. നിമിഷ കവികളായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത്. വയലാർ രാമവർമ്മയും പി ഭാസ്കരനും ONV കുറുപ്പ് സാറും ശ്രീകുമാരൻ തമ്പിയും യൂസഫ് അലി കേച്ചേരിയും ഒക്കെ നിമിഷ കവികളായിരുന്നു. ഒരുപാട് സന്ദർഭങ്ങളിൽ അവർ പെട്ടെന്ന് പാട്ടെഴുതേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ നടന്ന സംഭവം പറയാം. ഒരിക്കൽ വയലാറിലെ രാഘവപ്പറമ്പിൽ വയലാർ രാമവർമ്മ ഉള്ളപ്പോൾ അദ്ദേഹം ആലപ്പുഴയിലെ വയലാറിലെ തറവാട് വീട്ടിൽ കാണുക അപൂർവമാണ്. അമ്മയെ കാണാനാണ് കൂടുതലും വരിക. അമ്മയുമായിട്ട് അത്രയ്ക്ക് ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ ഉള്ളപ്പോൾ രാവിലെ കുളിക്കാനായിട്ട് എണ്ണയും തേച്ച് തോർത്തും തോളിലിട്ടുകൊണ്ട് വെളിയിലിറങ്ങുമ്പോൾ മുറ്റത്ത് തേങ്ങ വെട്ടുന്നു. തേങ്ങ വെട്ടുന്നയാളിന് അദ്ദേഹത്തിന് അറിയാം. തേങ്ങ പെറുക്കിയിടുന്ന ആ പയ്യനെ അദ്ദേഹത്തിന് അറിയില്ല. ആ പയ്യനെ വിളിച്ചു, പേര് ചോദിച്ചു, പേര് പറഞ്ഞിട്ടും അറിയാൻ വയ്യ. കൂടുതൽ ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞു കുളക്കോഴി പെമ്പിളയുടെ കൊച്ചുമകനാണ് എന്ന് പറഞ്ഞു. ആ കുളക്കോഴി പെമ്പിള എന്ന് പറയുന്നത് ആ നാട്ടിലെ ഏറ്റവും പ്രശസ്തയായ ഒരു സ്ത്രീയാണ്. അവർ നടക്കുമ്പോൾ കുളക്കോഴി കുണുങ്ങും പോലെയാണ് നടക്കുക. കുളക്കോഴി നടക്കണം കണ്ടിട്ടില്ലേ? കുണുങ്ങിയാണ് നടക്കണം. അതുപോലെ കുണുങ്ങി നടക്കും. അവർ സംസാരിക്കുമ്പോൾ കുളക്കോഴി കുറുകും പോലെയാണ് സംസാരം. അതുകൊണ്ട് ആ നമ്മുടെ നാട്ടുകാരല്ലേ എല്ലാത്തിനും പേരിടാൻ വളരെ വിദഗ്ധരാണ്. ഉടനെ ഓമന പേരിട്ട് കൊടുത്തു കുളക്കോഴി പെമ്പിള. ഇത് കേട്ടതും കുളിക്കാൻ എണ്ണ തേച്ച വയലാർ അത് മറന്നിട്ട് നേരെ മുറിക്കകത്ത് ചെന്നിരുന്ന അപ്പോൾ എഴുതിയ പാട്ടാണ് കുണിക്കിട്ട കോഴി കുളക്കോഴി കുന്നിൻ ചെരുവിലെ വയറ്റാട്ടി നീ കേട്ടു. ഈ കുളക്കോഴി പെമ്പിളയ്ക്ക് ഒരു സവിശേഷത ആ നാട്ടിലെ വയറ്റാട്ടിയാണ്. വയറ്റാട്ടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറക്കാർക്ക് എത്ര മനസ്സിലാവും എന്ന് അറിഞ്ഞുകൂടാ. പതിച്ചി എന്നൊക്കെ നാട് പുറത്ത് പറയുന്ന
പിന്നീട് മിഡ്വൈഫ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗൈനക്കോളജിസ്റ്റ്. സംസ്കൃതം പഠിച്ചവർക്ക് സൂതി കർമ്മണി എന്ന് പറയും. സൂതി കർമ്മണി ഇന്നത്തെ ഗൈനക്കോളജിസ്റ്റ്. അവിടെ നാട്ടിൽ വീട്ടുകളിൽ പ്രസവം നടക്കുമ്പോൾ ആ പ്രസവം എടുത്തിരുന്നത് ഈ കുളക്കോഴി പെമ്പിള്ളയാണ്. അന്ന് വയലാർ എഴുതിയ പാട്ടാണ് കുണുക്കിട്ട കോഴി കുളക്കോഴി കുന്നിൻ ചെരുവില വൈറ്റാട്ടി നീ കേട്ടോ നീ കേട്ടോ കളിപ്പാൻ കുളങ്ങര കടിഞ്ഞൂൽ പെറ്റു കന്നി ചെമ്പരത്തി. സിനിമയുടെ പേരും ചെമ്പരത്തി എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ചെമ്പരത്തി. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പുഷ്പപാതുകം പുറത്തു വയ്ക്കൂ എന്നെഴുതി. പാതുകം എന്നുള്ള വാക്ക് അദ്ദേഹത്തിന് കിട്ടിയത് ഞാൻ ആലോചിച്ചപ്പോൾ ചെമ്പരത്തി എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ഷൂ ഫ്ലവർ എന്ന് പറയും. അപ്പോൾ ആ ഷൂവിൽ നിന്നായിരിക്കണം ഒരുപക്ഷെ പുഷ്പപാതുകം എന്ന വാക്ക് വയലാറിന് കിട്ടിയത് എന്ന് ഞാൻ കരുതുന്നു. അത് ശരിയായിരിക്കണമെന്നില്ല, വയലാർ ജീവിച്ചിരിക്കാത്തതുകൊണ്ട് ചോദിക്കാനും പറ്റില്ല. ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം തോന്നും. ഇപ്പോൾ ഉള്ള പാട്ട് കേട്ടാൽ ഉള്ള രോമം കൂടി പൊഴിഞ്ഞു പോകും. ഇന്നെന്താണ് ഇല്ലൂമിനാറ്റി, അണ്ണൻ തമ്പി നാടൻ കൊല മല്ലൂമിനാറ്റി, പേനാക്കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ. നമ്മുടെ സംസ്കാരമാണ്. ഹരിശ്രീ എഴുതുന്നത് പേനാക്കത്തി കൊണ്ട് വേണം. അത് കുത്തിക്കൊണ്ടാണ്, കുത്തുകൊടുത്തുകൊണ്ടാണ്, കുത്തിക്കൊല്ലുകൊണ്ടാണ് എഴുതേണ്ടത്. അതാണ് ആവേശം എന്ന് പറയുന്ന ഒരാവേശവും ഉണർത്താത്ത ആ സിനിമയിലെ പാട്ട്. ഈ ലാറ്റിൻ പദമായ ഇലൂമിനാറ്റസ് എന്ന് പറയുന്ന വാക്കിൻ്റെ ബഹുവചനമാണ് ഇല്യൂമിനേറ്റി എന്നാണ്. അത് നമ്മുടെ ഗാനരചയിതാവ് സൗകര്യപൂർവ്വം ഈ വെളിച്ചപ്പെട്ടത് എന്നാണ് അതിനർത്ഥം. അത് നമ്മുടെ ഗാനരചയിതാവ് സൗകര്യാർത്ഥം അതിന് ഇല്ലുമിനാറ്റി എന്നാക്കി. ഈ ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. ഇതാണ് എത്ര നല്ല സംസ്കാരം. ചെരുപ്പ്, കേവലം ചെരുപ്പ് പുറത്ത് വയ്ക്കാൻ പറഞ്ഞു വയലാറ്. നിന്നെ തഴുകണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാനത് ചെയ്യാതെ ഒന്ന് തഴുകാതെ ഒന്ന് നോക്കി നിന്നു എന്ന് പറഞ്ഞു ONV സാറ്. എൻ പ്രാണനായകനെ എന്ത് വിളിക്കണമെന്ന് തോഴിയോട് ചോദിച്ചു നായിക, ഭാസ്കരൻ മാഷിൻ്റെ നായിക. ഇവിടെ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്നു, സോഡാ സർബത്ത് കുടിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതിന് പുട്ടിന് തേങ്ങാപ്പീര ഇടും പോലെ ഇലൂമിനാറ്റി എന്ന് പാടുന്നുമുണ്ട്. നക്ഷതങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾ ഒരുക്കാൻ പുതിയ സംഗീത സംവിധായകനെ വേണമെന്ന് ഹരിഹരൻ നിർബന്ധം പിടിച്ചപ്പോൾ രവി ബോംബെയാണ് ഫിക്സ് ചെയ്തത്. ഇത് ONV സാർ എന്നോട് പറഞ്ഞ സംഭവമാണ്. ONV സാറല്ല, ഹരിഹരനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ONV സാറും ഹരിഹരനും കൂടി ബോംബെയിൽ രവി ബോംബെയുടെ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്നപ്പോൾ ONV സാറ് രവിയുടെ അന്ന് ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കുമ്പോൾ ONV സാറ് രവിയോട് ചോദിച്ചു, രവി ട്യൂൺ എവിടെയെന്ന് ചോദിച്ചു. കാരണം ഹിന്ദിക്കാരെല്ലാം, സലീൽ ചൗധരി ഉൾപ്പെടെ എല്ലാവരും ഹിന്ദിയിൽ, വടക്കേന്ത്യയിൽ നിന്ന് വരുന്നവരെല്ലാവരും, ഹിന്ദി ദേശത്തു നിന്ന് വരുന്നവരെല്ലാം റെഡിമെയ്ഡ് ട്യൂണുമായിട്ടായിരിക്കുമല്ലോ വരിക. അദ്ദേഹവും ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്നായിരുന്നു ONV സാറിൻ്റെ വിചാരം. രവി ട്യൂൺ എവിടെയെന്ന് ചോദിച്ചപ്പോൾ, ട്യൂണോ, ഞാനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ വരി എഴുതി തരൂ, വരി എഴുതി തന്നാൽ ഞാൻ ട്യൂൺ ഒരുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അടുത്ത മുറി ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ മുറി ചെന്ന് നോക്കൂ, അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിട്ടിരിക്കുകയാണ്, അവിടെ ചെന്നിരുന്ന് വേഗം പാട്ടെഴുതി കൊണ്ട് തരൂ. അവിടെ ചെന്നിരുന്ന് ONV സാർ 5 മിനിറ്റ് കൊണ്ട് എഴുതി കൊടുത്ത പല്ലവിയാണ്. പിന്നീട് ബാക്കി കൂടെ എഴുതി കൊടുത്തു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരിതൂകി നിന്നു. ആ സിനിമ കണ്ടവർക്കറിയാം. മോണിഷ എന്ന് പറയുന്ന അകാലത്തിൽ പൊലിഞ്ഞുപോയ നടി, ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി, വിനീത് എന്ന് പറയുന്ന നടൻ, രാമു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിനീത്, ഇവർ പ്രണയബദ്ധരാണ്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ഒരു താഴ്ന്ന സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഈ മാതൃഭൂമി ബാലപംക്തിയിൽ വന്ന ഈ വിനീതിൻ്റെ, രാമുവിൻ്റെ ഈ കവിത അച്ചടിച്ച് വരുമ്പോൾ അത് തൻ്റെ പ്രിയ കാമുകിയെ കാണിക്കുകയും അവളത് പാടുകയും ചെയ്യുന്നത്. കേസ് ചിത്രയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടിയ പാട്ടാണത്. അതിലെ അഭിനയത്തിന് മോണിഷയ്ക്കും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ആ ചിത്രത്തോടു കൂടി കിട്ടുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത് പെട്ടെന്ന് എഴുതി തീർത്തതാണ്. മഞ്ഞപ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി. കണ്ടില്ലേ അതിൻ്റെ വരികളുടെ ഭംഗി. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ഒരു മലയാളി പെൺകുട്ടിയുടെ തോന്നൽ നമുക്കുളവാകും അത് കേൾക്കുമ്പോൾ. എന്നാൽ ONV സാറിൻ്റെ
കവിയുടെ വീട്ടുമുറ്റത്ത് ഒരു പൂ വിരിഞ്ഞു, അത്രേ ഉള്ളൂ. ഓണത്തിന് വിരിയുന്ന എല്ലാ പൂവും നമുക്ക് ഓണപ്പൂവാണ്. ഓണത്തിന് വരുന്ന തുമ്പിയെല്ലാം, പറക്കുന്ന തുമ്പിയെല്ലാം ഓണത്തുമ്പിയാണ് മലയാളികൾക്ക്. അതാണ് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിമുണ്ട്. മഞ്ഞക്കുറിമുണ്ട് അറിയാലോ, മഞ്ഞക്കോടി എന്നൊക്കെ പറയുന്നത്. ഗണപതി ഓണം ആകുമ്പോൾ ഗണപതി കോവിലിൻ്റെ മുമ്പ് കൊണ്ടുവച്ച് കൊച്ച് ഈ തോർത്തിൻ്റെ 4-1 വരും. അതാണ് മഞ്ഞക്കോടി. മഞ്ഞക്കുറിമുണ്ട് ചുറ്റി ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരിതൂകി നിന്നു. പൂ വിരിഞ്ഞിരിക്കുന്നു, ഒരു മനോഹരമായ പൂ വിരിഞ്ഞു. അതിനെക്കുറിച്ചാണ്, നായികയെക്കുറിച്ചും കൂടാണ്. ഒരു 2 അർത്ഥത്തിലാണ്. ശ്ലേഷം എന്നൊക്കെ പിന്നെ മലയാള ഭാഷയും സംസ്കാരവും ഒക്കെ പഠിച്ചവർ, വ്യാകരണവും പഠിച്ചവർ പറയും, അലങ്കാരം പഠിച്ചവർ. ശ്ലേഷം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഈ പാട്ട് ചിട്ടപ്പെടുത്താനായിട്ട് ഹരിഹരനോട് ഇതെവിടെയാണ് ചിത്രീകരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അന്തരീക്ഷം, അവിടെ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ, അതെല്ലാം ശ്രദ്ധാപൂർവം കേട്ടിട്ട് അതിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ആ പാട്ട്. ആ പാട്ടിൽ നമുക്കറിയാം പഞ്ചവാദ്യത്തിൻ്റെ ഒരു അകമ്പടിയുണ്ട്. പല നമ്മുടെ കേരളീയ വാദ്യങ്ങളുടെയും പശ്ചാത്തല സംഗീതത്തോടു കൂടിയാണ് ആ പാട്ട് നമ്മൾ കേൾക്കുന്നത്. ഇതിൽ ONV സാർ ഒരു മാജിക്ക് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നത്തെ വരികളിൽ, പിന്നെ ഞാൻ പാടിയൊരു ഈണങ്ങളൊക്കെയും നിന്നെക്കുറിച്ചായിരുന്നു. ഈ പൂവിനെക്കുറിച്ചായിരുന്നു. പിന്നെ ഞാൻ പാടിയൊരു ഈണങ്ങളൊക്കെയും നിന്നെക്കുറിച്ച്. ഈ നായികയെ കണ്ടതിന് ശേഷം നായകൻ പറയുകയാണ്, നായകൻ്റെ കവിതയാണല്ലോ. പിന്നെ ഞാൻ പാടിയൊരു ഈണങ്ങളൊക്കെയും നിന്നെക്കുറിച്ചായിരുന്നു. അന്തിമയങ്ങിയ നേരത്തു നീയൊന്നും മിണ്ടാതെ പോയി. ഒരു മിണ്ടാതെ മതി. പക്ഷേ കവിക്ക് തൃപ്തി വന്നില്ല. ആ മിണ്ടാതെ പോകുന്നതിന് ഒന്ന് ആക്കം കൂട്ടാൻ വേണ്ടി ഒരു മിണ്ടാതെയും കൂടി പ്രയോഗിച്ചു. മിണ്ടാതെ പോയി എൻ്റെ നെഞ്ചിലെ മൈനയും തേങ്ങി. അപ്പോഴാണത് പൂർണ്ണമായത്. എല്ലാവരുടെ മനസ്സിലും ഒരു മൈനയുണ്ട്. ആ മൈന ചിലപ്പോൾ ചിറകടിക്കും, ചിലപ്പോൾ ഉച്ചത്തിൽ ശബ്ദിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യും, സാറ് പറയും പോലെ തേങ്ങും. ഇവിടെ അന്തി മയങ്ങിയപ്പോൾ, സാധാരണ ഒരു പൂ വിരിഞ്ഞാൽ അന്തിയാവുമ്പോൾ അത് കൊഴിയും. അത് പ്രകൃതി നിയമം. ആ കൊഴിഞ്ഞ പൂവിനെക്കുറിച്ച് കവിത എഴുതി മഹാകവി കുമാരനാശാൻ. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ വീണപൂവ്. അങ്ങനെയും എഴുതാമെന്ന് കവിയായ ആശാൻ തെളിയിച്ചു. ഇവിടെ മിണ്ടാതെ പോയി എൻ്റെ നെഞ്ചിലെ മൈനയും തേങ്ങി എന്ന് അതിമനോഹരമായ പാട്ടെഴുതി കൊടുത്തു. അവിടെ വെച്ച് അദ്ദേഹം ട്യൂൺ ചെയ്തു. അതിലെ ബാക്കി പാട്ടുകളും നിളയിൽ നീരാടുവാൻ, അരയും ഭാവഗായകനൊക്കെ എല്ലാ പാട്ടുകളും ഒരുക്കിയിട്ടാണ് അവർ 1 ദിവസം കൊണ്ട് 1.5 ദിവസം കൊണ്ട് എഴുതി കഴിഞ്ഞ് എല്ലാം തീർത്തിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അന്നത്തെ ഒരു അവസ്ഥയല്ല ഇന്ന്. സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തൊരു പാട്ടുണ്ട്, കണ്ടോ നിൻ്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം. വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. മലയാള ഭാഷയും സാഹിത്യവും പഠിച്ച ആളാണ് ഞാൻ, പക്ഷേ എനിക്കറിഞ്ഞുകൂടാ കേട്ടോ. കണ്ടോ നിൻ്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം, ദൃഷ്ടാടനം. പൈപ്പ് പല്ലാണെങ്കിൽ തെറിച്ചു പോവും. കേട്ടോ നിൻ്റെ കാതിൽ ഒരു ഹുമേളനം. ഞാൻ സമ്മേളനമെന്നേ കേട്ടിട്ടുള്ളൂ, ഹുമേളനം. ദൃഷ്ടാപമായി ശക്തിയായിട്ട് ഈ കരിങ്കല്ലിൻ്റെ ശക്തിയുള്ള വാക്കുകൾ ഇരിക്കട്ടെ എന്ന് വെച്ച് എഴുതിയിരിക്കുക. ദൃഷ്ടാപമായി തുപ്ലോദയം. അതത്ര വേണ്ടായിരുന്നു. മ്ലേച്ഛം എന്നൊക്കെ നമുക്ക് പറയാം. നീ അറിഞ്ഞോ പെണ്ണെ, അവിടെ ഉണ്ട് പെണ്ണ്. നീ അറിഞ്ഞോ പെണ്ണെ പാരിക്ഷോപ്തിയായോ. എന്താണ് ഈ പാരിക്ഷോപ്തി? എനിക്കറിയില്ല. ഇത് എഴുതിയ ആളിനും അറിയില്ല. ഞാൻ പേര് പറയുന്നില്ല, പൊതുവേദിയിൽ അങ്ങനെ പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പേര് പറയുന്നില്ല. തുലോം തുച്ഛവും മോഹിച്ചല്ലോ ഞാൻ. അവസാനത്തെ വരി ആ പല്ലവിയുടെ തുലോം തുച്ഛവും മോഹിച്ചല്ലോ ഞാൻ. സൺഡേ ഹോളിഡേ. ഈ നമ്മൾ ഞായറാഴ്ചകൾ വെറുത്തു പോകും ഇത്തരം പാട്ടുകൾ കേട്ടാൽ. നല്ല പാട്ടാണെങ്കിൽ നമ്മൾ വെറുക്കില്ല. ഈ സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന് പറയുന്ന സിനിമ എടുക്കുന്ന സമയത്ത് അതിൻ്റെ സംവിധായകൻ പി ഭാസ്കരനാണ്. അതിലെ ഒരു പാട്ട് കൂടി എഴുതാനുണ്ട് ബാക്കി. ആ പാട്ട് പിറ്റേ ദിവസം എഴുതാൻ വേണ്ടി വച്ചിരിക്കുകയാണ്. തലേ ദിവസം ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ, ഏക മകൾ, അദ്ദേഹത്തിന് 3 മക്കളും ഒരു മകളുമാണുള്ളത്. ശശികുമാറിൻ്റെ നമ്മുടെ ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന ശശികുമാറിൻ്റെ
മാധ്യമപ്രവർത്തകനായ ശശികുമാറിൻ്റെ സഹധർമ്മിണി രാധിക. ഭാസ്കരൻ മാഷ് തന്നെ ഇത് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് പേരൊക്കെ പറയുന്നത്. അത് പൊതുവേദികളിൽ പേര് പറയാൻ പാടില്ല എന്നുണ്ട്, പക്ഷേ അത് പറയാം, സാധാരണ നടന്ന സംഭവമാണ്. രാധികയ്ക്ക് കുട്ടിയായിരുന്ന സമയത്ത് ഒരു ദിവസം, ഈ പാട്ട് എഴുതാനിരുന്ന ദിവസം അതികലശലായ പനി. അച്ഛൻ മകളെയും കൂട്ടി മദ്രാശിയിലാണ് അവരന്ന് താമസിക്കുക. ഏറ്റവും വലിയൊരു ആശുപത്രിയിൽ പോയി അവിടെ ഡോക്ടർ പരിശോധിച്ചു. രക്തപരിശോധനയൊക്കെ നടത്തിയിട്ട് ഡോക്ടർ വിധി എഴുതി, ഈ കുട്ടിക്ക് രക്താർബുദമാണ് എന്ന്. തകർന്നടിഞ്ഞ ഹൃദയത്തോടെ, ഏതൊരു പിതാവിനെയും പോലെ തകർന്നടിഞ്ഞ ഹൃദയത്തോടെ വീട്ടിലേക്ക് മടങ്ങി വന്ന് ആ അച്ഛൻ എന്ത് ചെയ്യണമെന്നറിയാതെ, പിറ്റേ ദിവസം ഈ ഒരു പാട്ടും കൂടി പുകഴേന്തി ഏൽപ്പിക്കണം, അതിൻ്റെ പിറ്റേ ദിവസം റെക്കോർഡിംഗ് ആണ്. അത് കഴിഞ്ഞാൽ യേശുദാസ് എവിടെയോ പോവുകയാണ്, യേശുദാസിനെയും ജാനകിയും കൊണ്ട് അത് പാടിക്കണം. അപ്പോൾ ഭാസ്കരൻ മാഷ് ആകെ ഒരു ബേജാറായ അവസ്ഥയിൽ തൻ്റെ ശിഷ്യനായ ശ്രീകുമാരൻ തമ്പിയെ വിളിച്ചു. ശ്രീകുമാരൻ തമ്പിയുടെ ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മകൾക്ക് വലിയ പനിയാണ്, ഇങ്ങനെ ഒരു അസുഖത്തെക്കുറിച്ചും പറയുന്നു, ഞാൻ ആകെ മനസ്സിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് ഈ സന്ദർഭത്തിന് വേണ്ടി നിങ്ങളൊരു പാട്ട് എനിക്ക് എഴുതി തരണം. അത് പക്ഷേ നിങ്ങളുടെ പേരിലായിരിക്കില്ല, ഒരു പക്ഷേ എൻ്റെ പേരിൽ തന്നെ വരും. അങ്ങനെ ആ സിനിമയിൽ എല്ലാ പാട്ടുകളും ഞാൻ എഴുതണമെന്നാണ് നിർമ്മാതാവിനും ഒക്കെ നിർബന്ധം എന്ന് പറഞ്ഞു. ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിൻ്റെ വത്സല ശിഷ്യനാണ്, അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു ഭാസ്കരൻ മാഷിനോട്, വേറൊരു ആശുപത്രിയിൽ, അവിടെ ഏറ്റവും പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ ഏറ്റവും മിടുക്കനായ ഒരു ഭിഷഗ്വരനുണ്ട്, അദ്ദേഹത്തെ കൊണ്ട് പിറ്റേ ദിവസം കാണിക്കാൻ. പിറ്റേ ദിവസം അദ്ദേഹം മകളെയും കൊണ്ട് അവിടെ പോയി. വീണ്ടും രക്തപരിശോധനയൊക്കെ ചെയ്തപ്പോൾ ആ മകൾക്ക് വൈറൽ ഫീവർ ആണ്, രക്താർബുദമല്ല എന്ന് ആ ഡോക്ടർ വിധി എഴുതി. വൈറൽ ഫീവർ എന്ന് പറയുന്ന വാക്ക് അന്ന് കേട്ട് തുടങ്ങുന്ന സമയമാണ്, നമ്മളാരും കേട്ടിട്ടില്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. വൈറൽ ഫീവറാണ് എന്ന് മനസ്സിലായി, കാരണം കൗണ്ട് കൂടുതലാവും, ഈ WBCയുടെ എണ്ണം കൂടുതലാവും, അപ്പോഴാണ് ഈ രക്താർബുദം എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത്. വൈറൽ ഫീവർ ഇന്നിപ്പം ജലദോഷം വരുമ്പോഴേ ഉള്ളൂ, അത് വ്യാപകമായ ഒരു അസുഖമാണ്. നമുക്ക് കോവിഡ് വന്നിട്ട് നമ്മൾ മേടിച്ചില്ല, പിന്നെയല്ലേ വൈറൽ ഫീവർ. അപ്പോൾ അങ്ങനെ ആശ്വാസത്തോടെ മകളുമായിട്ട് വീട്ടിൽ വന്ന് അദ്ദേഹം പെട്ടെന്ന്, തലേ ദിവസം ഇനി പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, എല്ലാ ദൈവങ്ങളെയും വിളിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമാണ് തൻ്റെ മകൾക്ക് അസുഖം ഇന്നതല്ല, മാരകമായ അസുഖമല്ല എന്ന് മനസ്സിലാക്കിയതെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം പെട്ടെന്ന് എഴുതിയതാണ്, ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ, കഥന നിവാരണ കനവിൻ ഉറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ എന്ന്. എത്ര ആ പാട്ട് നോക്കൂ, ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും യോജിക്കും. ഒരു ദൈവത്തെക്കുറിച്ചും അതിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഏത് ദൈവത്തിനും യോജിക്കും. ഒരു പൊതുവായ പ്രാർത്ഥനയാണ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ എന്നായിരുന്നു സിനിമയുടെ പേര്. ആ സിനിമയുടെ പേര്, ഈ പാട്ട് അദ്ദേഹം എഴുതിയതിന് ശേഷമാണ് ആ സിനിമയുടെ പേര് സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന് നിശ്ചയിച്ചത്. കഥന നിവാരണ കനവിൻ ഉറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കും എന്ന് പറഞ്ഞാൽ, നേരത്തെ സ്നേഹദീപം എന്ന് പറഞ്ഞതുകൊണ്ട് ദീപമാണല്ലോ, അപ്പോഴാണല്ലോ പ്രകാശം ചൊരിഞ്ഞ് വഴിതെളിക്കുന്നത്, വിളക്കായത് കൊണ്ടാണ് വഴിതെളിക്കൂ എന്ന് അദ്ദേഹം എഴുതിയത്. ഇത് എഴുതി കഴിഞ്ഞ് പുകഴേന്തിയെ വിളിച്ച് ഈ പാട്ട് എപ്പിച്ച് കഴിയുമ്പോഴാണ് ശ്രീകുമാരൻ തമ്പി തലേദിവസം പറഞ്ഞ്, അദ്ദേഹം മറന്നുപോയി, ഈ തിരക്കുകൾക്കിടയിൽ അദ്ദേഹം മറന്നുപോയി. പക്ഷേ ശ്രീകുമാരൻ തമ്പി മറന്നില്ല. ശ്രീകുമാരൻ തമ്പി അദ്ദേഹം പറഞ്ഞ പാട്ടും കൂടി എഴുതിക്കൊണ്ട് അപ്പോഴത്തേക്ക് അവിടെ വരുന്നു. അദ്ദേഹത്തിനാകെ ആശയക്കുഴപ്പമായി. താൻ എഴുതിയ പാട്ട് എല്ലാ ദൈവങ്ങൾക്കുമുള്ള ഒരു പ്രാർത്ഥനയായി അതിലുപയോഗിക്കണമെന്ന തോന്നലോടുകൂടി എഴുതിയ പാട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രീകുമാരൻ തമ്പിയുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു, ആ പാട്ട് ഒഴിവാക്കണ്ട, ആ പാട്ട് തന്നെ, മാഷിൻ്റെ പാട്ട് തന്നെ സിനിമയിൽ വരട്ടെ, എൻ്റെ പാട്ട് ഞാൻ വേറെ ആർക്കെങ്കിലും കൂടെ ഇല്ല. അപ്പം ഭാസ്കരൻ മാഷ് അത് വാങ്ങിച്ചിട്ട് പറഞ്ഞു. ഉടനെ തന്നെ MB ശ്രീനിവാസനെ വിളിച്ച് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് മദിരാശി ആകാശവാണിയിലേക്ക് അത് ലളിതഗാനമായിട്ട് പീലീല പാടി ഈ സിനിമ വരുന്നതിന് മുമ്പേ അത് പ്രക്ഷേപണം ചെയ്യുകയുമുണ്ടായി. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. ഇത് ഭാസ്കരൻ മാഷും ശ്രീകുമാരൻ തമ്പിയും എന്നോട് പങ്കുവച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പേരുകളൊക്കെ ഇവിടെ പറഞ്ഞത്. ഇന്ന് ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനവും ആവശ്യമില്ല. ഇന്ന് പാട്ട് എഴുതാൻ വളരെ എളുപ്പം.
ഈ ബനാനെ ഒരു പൂ തരുമോ എന്നാണ് ഗമയിൽ ചോദിക്കുന്നത്. എന്താ വാഴ, ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. ബില്യൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 100 കോടി, ചെറിയ ചില്ലറയൊന്നുമല്ല. 100 കോടി ബോയ്സിൻ്റെ കഥ ബയോപിക്ക് പറഞ്ഞ സിനിമയാണ് വാഴ. വാഴ കണ്ട അങ്ങനെയൊന്നും തോന്നൂല, ഇദ്ദേഹം ഈ പ്രവൃത്തിക്ക് പോവാതെ വാഴ വെച്ചാൽ മതിയായിരുന്നു നമുക്ക് തോന്നിപ്പോവും. ഈ ബനാനെ ഒരു പൂ തരുമോ, ഈ ബനാനെ ഒരു കാ തരുമോ? ഇത് വളരെ ലാഘവത്തോടെ ചോദിക്കണം നോക്കൂ. പണിതീരാത്ത വീട് എന്ന സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങൾ മദിരാശിയിൽ നടക്കുമ്പോൾ അവിടെ ഒരു മുന്തിയ ഹോട്ടലിൽ താമസിച്ചിരിക്കുകയാണ് എല്ലാവരും, സാങ്കേതിക വിദഗ്ധർ മുഴുവൻ. KS സേതുമാധവ് സാർ, അടുത്ത കാലത്ത് അന്തരിച്ചു പോയ KS സേതുമാധവ് സാർ എന്നെ സ്ഥിരമായിട്ട് വിളിക്കും. അദ്ദേഹത്തിനൊരു ദിനചര്യയുണ്ട്. അദ്ദേഹം അതിരാവിലെ എണീക്കും, പത്രം വായിച്ചു കഴിഞ്ഞാൽ ഉച്ചവരെ പത്രം കൂടാതെ പുസ്തകങ്ങൾ വായിക്കും. ഉച്ചയ്ക്ക് ഉറങ്ങില്ല, ഉച്ച ഉറക്കം അദ്ദേഹത്തിന് പതിവില്ല. ഉച്ച മുതൽ വൈകിട്ട് വരെ സുഹൃത്തുക്കളെയും പരിചയക്കാരെയൊക്കെ ടെലിഫോണിൽ വിളിക്കും. എന്നെയൊക്കെ പലപ്പോഴും ഉച്ചയ്ക്കാണ് വിളിക്കും. വൈകുന്നേരം 6-6:30 ആവുമ്പോൾ അത്താഴം കഴിക്കും. 7 മണിയാവുമ്പോൾ അദ്ദേഹം ഗാഠനിദ്രയിലേക്ക് പോകും. 7 മണിക്ക് ഉറങ്ങും. അദ്ദേഹത്തിൻ്റെ സെറ്റിൽ പോയവർ പറയുന്നത് 7 മണിക്ക് ഷൂട്ടിംഗ് നിർത്തും, അവിടെ 6:30 ആകുമ്പോൾ ഷൂട്ടിംഗ് നിർത്തും. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, പണിതീരാത്ത വീടിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം എല്ലാവരും ഈ മദിരാശിയിലെ ഒരു ഹോട്ടലിൽ തമ്പടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഈ റിസപ്ഷനിലിരുന്ന് സേതുമാധവൻ സാറ് ഹിന്ദു പത്രം വായിക്കണം. അന്ന് മലയാളം പത്രം മദിരാശി കിട്ടില്ല, ഇന്ന് കിട്ടും. ഹിന്ദു പത്രം വായിക്കുകയാണ്. ഹിന്ദു പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പം വയലാർ രാമവർമ്മ അവിടേക്ക് പെട്ടെന്ന് മിന്നൽ പോലെ കടന്നു വന്നു. അപ്പം അടുപ്പമുള്ളവർ വയലാറിനെ കുട്ടാന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, കുട്ടാ പാട്ടൊന്നും എഴുതിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ എഴുതാം, ഇന്ന് എഴുതാം എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ശുചിമുറി പോയി വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയി. അദ്ദേഹം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ വേഗത്തിൽ തിരിച്ചു വന്ന് സേതുമാധവൻ സാറിൻ്റെ കയ്യിലിരുന്ന ഹിന്ദു പത്രം പിടിച്ചു വാങ്ങി, റിസപ്ഷനിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് പേന പിടിച്ചു വാങ്ങി ആ റിസപ്ഷനിൽ എഴുതിയ പാട്ടാണ് സുപ്രഭാതം സുപ്രഭാതം, നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ജ്യോതിർമയ്യാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ. ഞാൻ അന്ന് കലാലയത്തിൽ പഠിക്കുകയാണ്. ഈ പണിതീരാത്ത വീടെന്ന സിനിമ വരുമ്പോൾ മലയാളം ഐച്ഛികമെടുത്ത് പഠിച്ചത് കൊണ്ട് എന്നെ പഠിപ്പിച്ച AR രാജരാജ്, അദ്ദേഹം 94-ാമത്തെ വയസ്സിൽ അടുത്ത കാലത്ത് അന്തരിച്ചു. എന്നെ മാത്രമല്ല, V മധുസൂദനൻ നായരെയും ശശിഭൂഷൺ സാറിനെയും ഒരുപാട് പേരെ പഠിപ്പിച്ച ഒരു മാതൃകാ അധ്യാപകനാണ്, മികച്ച അധ്യാപകനാണ് AR ഗോപാലപിള്ള. മാവേലിക്കരയാണ് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ക്ലാസ്സിൽ വന്ന് പറഞ്ഞു, നിങ്ങൾ ഗുഡ് മോർണിംഗ് അല്ലേ നമ്മൾ സാറ് അധ്യാപകൻ ക്ലാസ്സിൽ വന്നാൽ പറയുക, ഇന്ന് മുതൽ അത് നിർത്തിക്കോ. മലയാളത്തിൽ ഗുഡ് മോർണിംഗിനൊരു തർജിമയുണ്ടായിരിക്കുന്നു, ഒരു വാക്കുണ്ടായിരിക്കുന്നു. നിങ്ങൾ പണിതീരാത്ത വീട് സിനിമ ചെന്ന് കാണണം. അത് തുടങ്ങുന്നത് തന്നെ സുപ്രഭാതം എന്ന വാക്കോട് കൂടിയാണ്. ഗുഡ് മോർണിംഗ് എന്ന ഇനി മലയാളം ഐച്ഛികമായി എടുത്തു പഠിക്കുന്ന നിങ്ങളെങ്കിലും എന്നോട് പറയരുത്, സുപ്രഭാതം എന്ന് പറയണം എന്ന് പറഞ്ഞു. സുപ്രഭാതം സുപ്രഭാതം, നീലഗിരിയുടെ സഖികളെ. ഞാൻ സാറല്ലേ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഞങ്ങൾ ക്ലാസ്സിൽ കെട്ടിയത് പോയി ഈ സിനിമ കണ്ടു. ഞാൻ 16 തവണ ആ സിനിമ കണ്ടിട്ടുണ്ട് കേട്ടോ, പണിതീരാത്ത വീട്. എനിക്ക് ഇനിയും കണ്ടാലും ഞാൻ ഉണ്ടെങ്കിൽ അത് കാണാൻ താല്പര്യപ്പെടുന്ന ആളാണ്. അത്ര നല്ല സിനിമയാണ് പണിതീരാത്ത വീട്. സുപ്രഭാതം സുപ്രഭാതം, നീലഗിരിയുടെ സഖികളെ. നീലഗിരിയിലാണ് ഈ കഥ നടക്കുന്നത്. പ്രേം നസീറാണ് നായകൻ. നമ്മൾ കാണുന്നത് സ്വെറ്ററൊക്കെ ഇട്ട്, ഊട്ടിയുടെ പശ്ചാത്തലത്തിൽ സ്വെറ്ററൊക്കെ ഇട്ട് നീലഗിരിയുടെ സഖികളെ എന്ന് പാടുന്ന പാട്ടാണ് തുടക്കത്തിൽ കേൾക്കുക. ജയചന്ദ്രനാണ് പാടിയത്, P. ജയചന്ദ്രൻ പാടിയ പാട്ടാണത് കേൾക്കുക. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പൈസ മുതലായി എന്ന് നമുക്കൊരു തോന്നൽ വരും. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ജ്വലിക്കുന്ന മുഖത്തോടു കൂടിയവരെ എന്നാണ്. ജ്യോതിർമയ്യാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും. ആകാശത്തേക്ക് അതിവെളുപ്പാങ്കാലത്ത് ആകാശത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ വെള്ളി മേഘങ്ങൾ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നത് കാണാം. അത് കണ്ടിട്ട് വയലാർ പറയുന്നു,
വെള്ളിച്ചാമരം വീശുകയാണെന്ന്. തൃശ്ശൂർ പൂരത്തിനൊക്കെ ചാമരം വീശുന്ന കണ്ടിട്ടില്ലേ? വെള്ളിച്ചാമരം വീശുന്ന മേഘങ്ങളെ സുപ്രഭാതം. ആ മേഘങ്ങൾക്കാണ് സുപ്രഭാതം പറയുന്നത് നായകൻ. ജോസ് എന്ന് പറയുന്ന പട്ടാളക്കാരനായ, ദരിദ്രനായ പട്ടാളക്കാരനായ ജോസ് എന്ന് പറയുന്ന ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒരു പ്രതീകമായ ജോസ് എന്ന കഥാപാത്രം പാറപ്പുറത്തിൻ്റെ അതിപ്രശസ്തമായ നോവലാണ് ആ സിനിമ. അതിൻ്റെ പിന്നത്തെ വരികളൊക്കെ അതിമനോഹരമാണ്. അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി. അഞ്ജനം എന്ന് വെച്ചാൽ കറുത്താന്ന്, അഞ്ജനം പോലെ ഇരിക്കും, അറിയാലോ, കറുത്ത. അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി. ഈശ്വരനൊന്നും അദ്ദേഹം പറഞ്ഞില്ല, അഖിലാണ്ട മണ്ഡല ശില്പി. അഖിലാണ്ട മണ്ഡലം നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി എന്ന പ്രാർത്ഥന, ഈശ്വര പ്രാർത്ഥന, പന്തളം കെ.പി. രാമൻപിള്ളയുടെ പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടുണ്ട്. അഖിലാണ്ട മണ്ഡല ശില്പി, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരിക്കലും പണി തീരാത്തൊരു വീടാണ്. രാഘവപ്പറമ്പിൽ വയലാറിൻ്റെ കുഴിമാടത്തിൽ ചെന്ന് നമസ്കരിക്കാൻ തോന്നിപ്പോകും ഈ പാട്ട് കേൾക്കുമ്പോൾ. ഇപ്പോഴും ഞാൻ പലതവണ പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴൊക്കെ ഈ പാട്ട് എൻ്റെ മനസ്സിൽ തികട്ടി വരും. പ്രപഞ്ചമന്ദിരമേ, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ. അവിടെ ഇത് സംഗീതം നൽകിയത് എം.എസ്. വിശ്വനാഥൻ. അതിനൊരു കാരണമുണ്ട്. ദേവരാജനാണ് ഈ സേതുമാധവൻ്റെ സ്ഥിരം സംഗീത സംവിധായകൻ. ഇതിനിടയ്ക്ക് സേതുമാധവൻ സാറും ദേവരാജൻ മാഷും തമ്മിൽ ചെറുതായിട്ടൊരു സൗന്ദര്യപ്പണക്കം. അപ്പോൾ ദേവരാജൻ മാഷ് ഇനി അമ്പിനും വില്ലിനും അടുക്കുന്ന ആളല്ല. അദ്ദേഹം പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റവും മറ്റൊരു പ്രഗത്ഭനായ എം.എസ്. വിശ്വനാഥനെ കൊണ്ടുവന്നു. അപ്പോഴും വേറൊരു കുഴപ്പം, എം.എസ്. വിശ്വനാഥനും യേശുദാസും തമ്മിലും സൗന്ദര്യപ്പണക്കമാണ്. അപ്പോൾ യേശുദാസ് പാടില്ല. അപ്പം എന്ത് ചെയ്യും? സെക്കൻഡ് ചോയ്സ് ഉടനെ ജയചന്ദ്രനെ പാടാനേൽപ്പിച്ചു. അങ്ങനെയാണ് ജയചന്ദ്രന് ആ മനോഹരമായ പാട്ട് കിട്ടിയത്. ആ വർഷത്തെ ജയചന്ദ്രനുള്ള മികച്ച ഗായകനുള്ള അവാർഡ് ഈ പാട്ട് നേടിക്കൊടുത്തു. അതൊക്കെയാണ് തലയിലെഴുത്തെന്ന് പറയുന്നത്. ആ പാട്ട് പാടിയില്ലെങ്കിൽ ജയചന്ദ്രന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അവാർഡാണത്. പക്ഷേ അന്നത്തെ അവാർഡ് കമ്മിറ്റി ഒരു വൃത്തികേട് കാണിച്ചു. അവാർഡ് കമ്മിറ്റി എന്നും വൃത്തികേടാണ് കാണിക്കുന്നത്. അക്കാലത്ത് കാണിച്ചു. ഞാൻ പഠിക്കുന്ന കാലമായതുകൊണ്ട് എനിക്കത് വലിയ അമർഷം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എഴുതി ആരും വകവിളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതിയില്ല. എന്താണെന്നറിയാമോ? ആ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അവാർഡ് കമ്മിറ്റി പറഞ്ഞു, യേശുദാസിനെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ജയചന്ദ്രന് ഇത്തവണത്തെ മികച്ച ഗായകനുള്ള പുരസ്കാരം നൽകും. അങ്ങനെ ഒരാളെ അംഗീകരിച്ചു കൊണ്ടുവേണം വേറൊരാൾക്കൊരു അവാർഡ് കൊടുക്കാൻ. ആ വർഷത്തെ ഞാനും 2 പ്രാവശ്യം അവാർഡ് കമ്മിറ്റി ഇരുന്നിട്ടുണ്ട്. ആ വർഷത്തെ ഏറ്റവും മികച്ച ഗാനമോ ചിത്രമോ കണ്ടെത്താനാണ് അവാർഡ് കമ്മിറ്റി ഏൽപ്പിക്കുന്നത്. അല്ലാതെ ഒരാളെ അംഗീകരിച്ചുകൊണ്ട് വേറൊരാൾക്ക് അവാർഡ് കൊടുക്കാനല്ല. അതൊരു യേശുദാസനും നാണക്കേടാണ്, ജയചന്ദ്രനും നാണക്കേടാണ്. ഇവിടെ പ്രപഞ്ചമന്ദിരമേ, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ. ആ മന്ദിരമേ എന്നുള്ളിടത്ത് എം.എസ്. വിശ്വനാഥനൊരു കുസൃതി കാണിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ആ പാട്ട് ശ്രദ്ധിച്ചറിയാം. ഒരു എക്കോ കൊടുത്തു. പ്രപഞ്ചമെന്ന് പറയുന്നത് അനന്തമാണ്. ആ പ്രപഞ്ചമെന്ന് പറയുന്നത് അനന്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കി തരാൻ എക്കോ. പ്രപഞ്ചമന്ദിരമേ, മന്ദിരമേ 2 പ്രാവശ്യം എക്കയുണ്ട്. അതാണ് ഒരു സംഗീത സംവിധായകൻ്റെ കഴിവ്. അല്ലാതെ റെഡിമെയ്ഡ് ട്യൂണും ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിട്ട് പിന്നെ വായി തോന്നിയത് എഴുതി തരാൻ പറയുന്ന സംഗീത സംവിധായകനല്ല. ഞാൻ വളരെ വലുതായതിനു ശേഷം പാറപ്പുറത്തിനെ കോട്ടയത്ത് വെച്ചൊരിക്കൽ കാണാനിടയായി. ഞാനപ്പോൾ അദ്ദേഹത്തിനോട് സ്വകാര്യമായിട്ട് ചോദിച്ചു, പിന്നെ മാഷേ, ഈ സിനിമയിൽ ഞാൻ പാറപ്പുറത്ത് നോവൽ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, പക്ഷേ അതിലൊക്കെ ഈ പ്രണയം അല്ലെങ്കിൽ പിന്നെ മോഹഭംഗം ഇതൊക്കെ പണിതീരാത്തതാണ്, അല്ലെങ്കിൽ ജീവിതം തന്നെ ഒരു പണിതീരാത്ത വീടാണ് എന്ന തരത്തിലാണ് അങ്ങ് ഈ നോവലിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വയലാറിന് മാത്രം ഈ പ്രപഞ്ചം ഒരു പണിതീരാത്ത വീടാണ് എന്നെങ്ങനെ കിട്ടി? പാറപ്പുറത്ത് ഒന്നും ആലോചിച്ചില്ല. അദ്ദേഹം എന്നോട് പെട്ടെന്നൊരു മറുപടി പറഞ്ഞു, എന്നെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു മറുപടി. എന്താണെന്നറിയാമോ? അതാണ് കവിയും നോവലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. കവിക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ കഴിയും, നോവലിസ്റ്റിന് അങ്ങനെ പറ്റില്ല. കഥാപാത്രങ്ങളുടെ ഇട്ടാവട്ടത്തു നിന്നേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുകൂടി അദ്ദേഹം വിശദീകരിച്ചു. എന്നിട്ട് ഈ ഗാനത്തിൽ വയലാർ ചോദിക്കുന്നു, നിന്റെ 4 കെട്ടിൻ്റെ പടിപ്പുര മുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചിട്ട്. ഒരു റിക്വസ്റ്റാണ്.
ഒരു അപേക്ഷയാണ്. നിന്റെ നാലുകെട്ടിൻ്റെ പടിപ്പുര മുറ്റത്ത് ഒരു കെട്ടിടം കൂടി ഞാൻ കെട്ടിക്കോട്ടെ എന്നല്ല, ഒരു മുറി കൂടി, കേവലം ഒരു മുറി കൂടി ഞാൻ പണിയിച്ചോട്ടെ എന്ന്. എല്ലാവരും ഈ കൊട്ടാരം വിൽക്കാനുണ്ട് സിനിമയിലെ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, വയലാർ മരിച്ചപ്പോൾ ആ പാട്ടാണ് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് പറഞ്ഞത്. പക്ഷേ ഈ പാട്ട് കണ്ടില്ലേ, ഒരു 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 അടയാളപ്പെടുത്തൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഈ നിരൂപണത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു അടയാളപ്പെടുത്തൽ. എനിക്കൊരു അടയാളപ്പെടുത്തൽ ആവശ്യമുണ്ട് ഈ പ്രപഞ്ചത്തിലാണ്, ഈ ഭൂമിയിലുമല്ല, ഈ പ്രപഞ്ചത്തിൽ. ആ പ്രപഞ്ചത്തിൽ എനിക്കൊരു അടയാളപ്പെടുത്തലിന് വേണ്ടി ഒരു ചെറിയ മുറി, നിൻ്റെ നാലുകെട്ട് എത്ര വലുതാണെന്ന് എനിക്കറിയാം, പക്ഷെ ആ നാലുകെട്ടിൻ്റെ പടിപ്പുര മുറ്റത്ത് ഒരു ചെറിയ മുറി കൂടി ഞാൻ പണിയിച്ചോട്ടെ. അതിൻ്റെ പിന്നത്തെ വരികളും അതിമനോഹരമാണ്. 1000 താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി, വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ. ഈ വനസരോവരം എന്ന് പറയുന്നത് കാട്ടിലെ പൊയ്ക. ആ സരോവരത്തിന് ഈ സിനിമയിൽ വളരെ ഒരു മുഖ്യമായ സ്ഥാനമുണ്ട്. കാരണം ഒരു ദിവസം ഈ ജോസ് എന്ന് പറയുന്ന പ്രേം നസീർ അവതരിപ്പിച്ച കഥാപാത്രം ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുതിരപ്പുറത്ത് വരികയാണ് നന്ദിത ബോസ് അവതരിപ്പിച്ച കഥാപാത്രവും ബേബി സുമതി അവതരിപ്പിച്ച കഥാപാത്രവും. നന്ദിത ബോസ് വിധവയായ ഒരു സ്ത്രീയാണ്, അവരുടെ ഏക മകളാണ് ഈ ബേബി സുമതി ആയിട്ട് വരുന്നത് ആ സിനിമയിൽ. അപ്പോൾ ഇവർ കുതിരപ്പുറത്തിങ്ങനെ വരുമ്പോൾ കുതിരയുടെ കാല് തെറ്റി ഈ പൊയ്കയിൽ വീഴുന്നു. പെട്ടെന്ന് തന്നെ പ്രേം നസീർ എടുത്തു ചാടി, അങ്ങനെയാണല്ലോ സിനിമയിലല്ല നോവലിലും അങ്ങനെ തന്നെ, എടുത്തു ചാടി ഇവരെ രക്ഷിക്കുമ്പം ദേഹം മുഴുവൻ പായലും ചേറും ഒക്കെ ആയിട്ട് നിൽക്കുന്ന പ്രേം നസീറിന് ഈ സ്ത്രീയോട് ഒരു ചെറിയൊരു പ്രണയം തോന്നുന്നു. ആ സമയത്ത് അതും ഞങ്ങളെ പഠിപ്പിച്ച എയർ ഗോവലുള്ള സാർ അതിമനോഹരമായി ക്ലാസ്സിൽ പറഞ്ഞു തന്നു. അതാണ് എനിക്ക് മനസ്സിലായത്. അത് ഞാൻ ഇവിടെ പറയാൻ പോകുന്നു. അതാണ് അതിമനോഹരമായ ഒരു കുതിര, വെളുത്ത തുടുത്ത ഒരു കുതിര വെള്ളിത്തിരയിൽ ഇങ്ങനെ കുതിച്ചു പാഞ്ഞു പോകും. മനുഷ്യൻ്റെ കടിഞ്ഞാണില്ലാത്ത മനസ്സിനെ കാണിക്കാൻ വേണ്ടി സേതുമാധവൻ എന്ന് പറയുന്ന അതുല്യനായ സംവിധായകൻ കാണിച്ച മായാജാലമാണത്. ഒരു വെളുത്ത കുതിര ഇങ്ങനെ പാഞ്ഞു പോകും. അതാണ് ക്ലോസപ്പിൽ കാണുന്നത്. നന്ദിത ബോസ്. ഈ സിനിമ കുറേ കഴിഞ്ഞ് കഥ പുരോഗമിക്കുമ്പോൾ ഇതേ നായിക തന്നെ ഈ ജോസിനോട് പറയും, നിങ്ങളെ എൻ്റെ സ്വന്തം സഹോദരനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം കഥ മാറുകയാണ്. ഈ പ്രണയമൊന്നും സിനിമയിൽ ചിത്രീകരിച്ചിട്ടില്ല, ആകെക്കൂടെ ഈ കുതിര ഓട്ടം മാത്രമേ ഉള്ളൂ. കുതിരയുടെ ഈ അപ്പോഴും സേതുമാധവൻ സാർ ഒരു ടെക്നിക്ക് പ്രയോഗിച്ചു. നേരത്തെ കണ്ട ആ കുതിര അത്രയും കൊഴുപ്പില്ലാതെ അതൊരൊന്ന് ശോഷിച്ച ഒരു കുതിര, വെളുത്ത കുതിര തന്നെ, മറ്റൊരു വെളുത്ത കുതിര ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേച്ച് ഇങ്ങോട്ട് വരുന്നു. എന്നുവെച്ചാൽ തൻ്റെ മോഹങ്ങളെല്ലാം അസ്തമിച്ചിരിക്കുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാനായിട്ട് അതിമനോഹരമായിട്ട്. മാത്രവുമല്ല റേച്ചൽ എന്നാണ് നന്ദിത ബോസ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര്, റോഷ്നി എന്നാണ് ബേബി സുമതി അവതരിപ്പിച്ച കഥാപാത്രം. ഇപ്പോൾ ഓർമ്മ എനിക്ക്. ജോസ് എന്ന് പറയുന്ന പട്ടാളക്കാരനായിട്ടാണ് പ്രേം നസീർ അവതരിപ്പിച്ചത്. ഈ സിനിമയിൽ ഉടനീളം നമ്മുടെ ബഹദൂർക്ക, മൊയ്തീൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബഹദൂർക്ക, അതുല്യനായ ഒരു നടനാണ് ബഹദൂർക്ക എന്ന് ഞാൻ പറയും. ആ ബഹദൂർക്ക അവിടെ ഇരുന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കും. ഈ പട്ടാളക്കാരൻ വരുമ്പോഴെല്ലാം ഈ അവിടെ ഇരുന്ന് ചൂണ്ടയിടും. അപ്പോൾ ഇയാൾ മലയാളി ആയതുകൊണ്ട്, ഇദ്ദേഹവും മലയാളി ആയതുകൊണ്ട് അവർ തമ്മിൽ ആശയവിനിമയം ചെയ്യും. മോനെ എന്നാണ് വിളിക്കുന്നത് ഈ ബഹദൂർ. കുറച്ച് പ്രായം ചെന്ന ഒരു മൊല്ലാക്കയാണ് വാസ്തവത്തിൽ മൊയ്തീൻ. പല ദിവസം വരുമ്പോഴും ഇവരെ കാണും. ഒരു ദിവസം വരുമ്പോൾ ഈ മൊയ്തീൻ അദ്ദേഹത്തോട് ഈ നായകനോട്, ജോസിനോട് ചോദിക്കും, എനിക്കൊരു 10 ഉറുപ്പിക തരുമോ മോനെ? 10 ഉറുപ്പിക എന്നാണ് പറയുന്നത്. 10 ഉറുപ്പിക തരുമോ? പറപ്പുറത്താണല്ലോ അതിൻ്റെ തിരക്കഥയും സംഭാഷണമൊക്കെ. 10 ഉറുപ്പിക തരുമോ എന്ന്. ഉടനെ തന്നെ നിർധനനായ പട്ടാളക്കാരൻ പോക്കറ്റൊക്കെ തപ്പി നോക്കി, പാൻസിൻ്റെയും ഈ സ്വെറ്ററിൻ്റെയൊക്കെ പോക്കറ്റ് തപ്പി നോക്കിയപ്പം 10 രൂപ പോയിട്ട് 10 പൈസയില്ല. ആകെ വിഷമഘട്ടത്തിലായ ഈ പട്ടാളക്കാരൻ പറയും, ഞാൻ നാളെ ഇതേ സമയം വരുമ്പോൾ ഞാൻ 10 ഉറുപ്പിക കൊണ്ടുതരാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയാണ്.
പിറ്റേ ദിവസം വരുമ്പോൾ അടുത്ത സീൻ, പിറ്റേ ദിവസമായി, പിറ്റേ ദിവസം വരുമ്പോൾ ബഹദൂറിനെ കാണുന്നില്ല. പകരം അദ്ദേഹം അന്ന് വരെ ഇട്ടുകൊണ്ടിരുന്ന ചൂണ്ട, ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചൂണ്ട ആ ഓളപ്പരപ്പിൽ കിടന്നിങ്ങനെ നീന്തുന്നതിൻ്റെ ക്ലോസപ്പ് കാണിച്ച് ഈ ബഹദൂർ എന്ന് പറയുന്ന, മൊയ്തീൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ മരണം നമ്മളെ കൊത്തിവലിക്കുന്ന തരത്തിൽ, മനസ്സിൽ കൊത്തിവലിക്കുന്ന തരത്തിൽ ചിത്രീകരിക്കാൻ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമ മലയാളത്തിലെ ഏറ്റവും നല്ലൊരു ക്ലാസിക് സിനിമയാണ് എന്ന്. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ 1000 താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി വസന്തവും ശിശിര, ഞാൻ പറഞ്ഞില്ലേ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ അന്ന് ഇത് കേട്ടപ്പോൾ ഞാൻ വസന്തയും ശിശിരയും കുളിക്കാൻ ഇറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതോ 2 പെൺകുട്ടികൾ കുളിക്കാൻ ഇറങ്ങിയെന്നാണ്. വസന്തവും ശിശിര എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമൊന്നും എനിക്കന്നില്ലായിരുന്നു. വസന്തയും ശിശിരയും അല്ല, വസന്തവും ശിശിരവും കുളിക്കാൻ ഇറങ്ങുന്ന വനസരോവരമേ, നിന്റെ നീലവാർമുടി ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂവ് കൂടി ചൂടിച്ചോട്ടെ എന്നാണ് ജോസ് എന്ന കഥാപാത്രം ഇതിനെ ചോദിക്കുന്നത്. ഞാനൊരിക്കൽ OMV സാറുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണത്തിനിടയിൽ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഭാസ്കരൻ മാഷിൻ്റെ, പല ദിവസവും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ സംസാരിച്ചിരിക്കുമ്പോൾ മണിക്കൂറുകളോളം അദ്ദേഹത്തിന് അത് സന്തോഷമായിരുന്നു. ഒരിക്കൽ ചോദിച്ചു, ഭാസ്കരൻ മാഷിൻ്റെ പാട്ടുകളിൽ അങ്ങേ ഏറ്റവും ആകർഷിച്ച പാട്ട് ഏതാണ് എന്ന് ചോദിച്ചു. ഒട്ടും ആലോചിക്കാതെ അദ്ദേഹം പറഞ്ഞു, തച്ചേളി ഉദയനന് വേണ്ടി ഭാസ്കരൻ മാഷ് എഴുതിയ അഞ്ഞനക്കണ്ണെഴുതി ആലിലത്താലി ചാർത്തി എന്ന പാട്ടാണ് എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ആ പാട്ടിൽ മലയാളത്തിൽ ആരും പ്രയോഗിക്കാത്ത ഒരു സങ്കല്പം ഭാസ്കരൻ മാഷ് കൊണ്ടുവന്നിട്ടുണ്ട്. വാസകസജ്ജ എന്ന് നാട്യശാസ്ത്രത്തിൽ ഭരതമുനിയും കാമശാസ്ത്രത്തിൽ വാത്സ്യായനും പറയുന്ന, ഒരേ സ്വരത്തിൽ പറയുന്ന വാസകസജ്ജ, വാസകസജ്ജിക എന്നും സജ്ജക എന്നുമൊക്കെ പാഠഭേദങ്ങളുണ്ട്. എന്തായിരുന്നാലും അതായത് അണിഞ്ഞൊരുങ്ങി സർവാഭരണ ഈ തൽപ്പമെല്ലാം കുടഞ്ഞു വിരിച്ച്, അതാണ് അതിൻ്റെ ഭാഷ്യം. തൽപ്പമെല്ലാം കുടഞ്ഞു വിരിച്ച് അണിഞ്ഞൊരുങ്ങി സർവാഭരണ വിഭൂഷിതയായി കാമുക സമാഗമം കൊതിച്ചിരിക്കുന്ന നായികയാണ് വാസകസജ്ജ എന്ന് പറയുന്നത്. ഈ സിനിമയിൽ തച്ചോളി ഉദയനിൽ പടക്കൻകാട്ട് സബ്ജക്റ്റാണ്. അവിടെ ഇതേ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ MS ബാബുരാജിൻ്റെ സംഗീതത്തിൽ എസ് ജാനകി പാടിയ കാട്ട്. അഞ്ഞന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുര വാതിലിൽ ഞാൻ കാത്തിരുന്നു, മണവാളനെത്തും നേരം കൊടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർമാല കോർത്തിരുന്നു. വളരെ ലളിതമാണ് വരികൾ, അർത്ഥം തന്നെ പറയേണ്ടതില്ല. ആലിലത്താലി നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു കാലത്ത് ഏറ്റവും പ്രിയങ്കരമായിരുന്നു ആലിലത്താലി, ആലിലയുടെ ആകൃതിയുള്ള താലി അണിയുക എന്നത്. അറപ്പുരവാതിലെന്ന് പറയുന്നത് വലിയ പഴയ തറവാടുകളിലൊക്കെ ഈ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള അറപ്പുര, അതിൻ്റെ വാതിലിലാണ്. അവിടെയാണ് സാധാരണ ഇരുന്ന് പൂ കെട്ടുന്നത് പെണ്ണുങ്ങൾ. ഞാൻ കണ്ടിട്ടുണ്ട് പല വീടുകളിലും, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മണവാളനെത്തും നേരം കുടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർമാല കോർത്തിരുന്നു എന്നാണ്. അവിടെ പ്രാസമുണ്ട്, എല്ലാ ഭംഗിയുമുണ്ട്, അതാണ്. എന്നിട്ട് മുടിമേലെ കെട്ടിവെച്ചു തുളുനാടൻ പട്ടുടുത്തു മുക്കുറ്റി ചാന്തും തൊട്ട് ഞാനിരുന്നു. തുളുനാടൻ എന്ന് പറഞ്ഞാൽ കാസർഗോഡും കർണാടകത്തിലുമൊക്കെയുള്ള തുളു സംസാരിക്കുന്നവരുടെ ദേശത്തെ പട്ടാണ്. വടക്കൻ പാട്ടിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് മനഃപൂർവ്വം ഇത് വടക്കൻ പാട്ട് സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഭാസ്കരൻ മാഷ് തുളുനാടൻ പട്ടുടുത്തു എന്നെഴുതിയത്. മുടിമേലെ കെട്ടിവെച്ചതും അതുപോലെ തന്നെ വടക്കൻ പാട്ട് ശൈലിയിലാണല്ലോ. മുക്കുറ്റി ചാന്തും തൊട്ട്, മുക്കുറ്റി എന്ന് പറഞ്ഞാൽ മുക്കുറ്റി അരച്ചുണ്ടാക്കുന്ന ചാന്ത്, അതായിരുന്നു കേരളത്തിൽ വ്യാപകമായിട്ട്. ഇപ്പോൾ ഈ ഒട്ടിപ്പ് പൊട്ടും മറ്റതുമൊക്കെ വരുന്നതിന് മുമ്പ് ഈ മുക്കുറ്റി ചാന്തരച്ചാണ് സ്ത്രീകൾ പൊട്ടു തൊടാൻ ചാന്തുണ്ടാക്കിയിരുന്നത്. ഞാനിരുന്നു കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം കല്യാണ മണിദീപം കൊളുത്തി വെച്ചു. കല്യാണം എന്ന് വെച്ചാൽ ഐശ്വര്യമുള്ള ദീപം, ഒരു നല്ല വിളക്ക് കൊളുത്തി വെച്ചു. നായകനെ കാത്തിരിക്കുകയാണ്. അന്ന് വിദ്യുച്ഛക്തിയൊന്നും വരാത്ത കാലത്ത് ഇറങ്ങിയ പാട്ടാണെന്നും കൂടി ആലോചിക്കണം. മാത്രമല്ല ഇതാണല്ലോ ഈ വടക്കൻ പാട്ട് വിഷയവുമാണ്. തൂശനില മുറിച്ചു വച്ചു തുമ്പപ്പൂ ചോറ് വിളമ്പി ആശിച്ച കറികളെല്ലാം അയാൾക്ക് ആവശ്യമുള്ള, നായകന് ആവശ്യമുള്ള, കാമുകന് ആവശ്യമുള്ള കറികളെല്ലാം ഒരുക്കി വെച്ചു. പിന്നെയാണ് നല്ല വരിയിൽ, പുള്ളുകൾ ഉറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും
കള്ളനവൻ വന്നില്ല തോഴിമാരെ. പുള്ളുകൾ അറിയാമല്ലോ, പറപ്പിടിയൻ എന്നൊക്കെ പറയുന്ന പക്ഷി. പുള്ളുകൾ ഉറങ്ങിയിട്ടും, പുള്ളുകൾ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഉറങ്ങിക്കഴിഞ്ഞു. അതേസമയം പൂങ്കോഴിയും കൂവിക്കഴിഞ്ഞു. പൂങ്കോഴി കൂവുന്നത് എപ്പോഴെന്നറിയാം, കൊച്ചു വെളുപ്പാൻ കാലത്താണ്. പൂങ്കോഴി കൂവിയിട്ടും കള്ളനവൻ വന്നില്ല. അവിടെ കള്ളനവൻ എന്നാണ് തോഴിമാരോട് നായകന് പരിഭവത്തിൻ്റെ സ്വരമുണ്ട്, എന്നാൽ കുറ്റപ്പെടുത്തലുമുണ്ട്, വരാത്തതിൻ്റെ ഉള്ള നിരാശതയുമുണ്ട്. എല്ലാം കൂടെ ചേർന്നുള്ളൊരു വാക്കാണ് കള്ളനവൻ വന്നില്ല തോഴിമാരെ എന്ന്. ഇത് ആണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് ഒ.എൻ.വി. സാർ പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഇതുപോലൊരു പാട്ട് എഴുതാൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഇത്രയും പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പാട്ട് എഴുതാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള സങ്കടം കൂടി അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായ കാമ്പോജി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ശാന്തിഗിരിയുടെ ആയുർവേദ ആശുപത്രിയിൽ രോഗശയ്യയിൽ കിടന്നുകൊണ്ട് കാമ്പോജിയിലെ പാട്ടുകൾ എഴുതിയപ്പോൾ അദ്ദേഹം തൻ്റെ അന്ത്യാഭിലാഷം, അവിടെ നിന്ന് നേരെ കിംസി പോയിട്ടാണ് അദ്ദേഹം മരണമടയുന്നത്. അന്ത്യാഭിലാഷം എന്ന് തന്നെ പറയട്ടെ, മരണശയ്യയിലെന്നാണെങ്കിൽ വേണമെങ്കിൽ തിരുത്തി പറയാൻ പറ്റും. അദ്ദേഹം എഴുതി, നടവാതിൽ തുറന്നില്ല, പടിവാതിൽ കടന്നൊരാൾ അണഞ്ഞില്ല, വരുമെന്നോ വരില്ലെന്നോ വരുവാൻ വൈകിടുമെന്നോ. ഇവിടെയും വാസകസജ്ജയെ ഭാസ്കരൻ മാഷ് അവതരിപ്പിച്ചതിനേക്കാൾ വ്യത്യസ്തമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. പറയാതെ പോയതാം പ്രണയമാണ് ഏറെയെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കാമ്പോജിയിലെ ഒരു മനോഹരമായ ഗാനം അവസാനമായി എഴുതി എം ജയചന്ദ്രനെയും അതിൻ്റെ സംവിധായകനെയും ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം നേരെ കിംസിലോട്ട് പോവുകയും അവിടെ വെച്ച് മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്തത്. ആ പാട്ട് ട്യൂൺ ചെയ്ത് പുറത്തു വരുമ്പോഴത്തേക്ക് ഒ.എൻ.വി. സാറ് ഈ ലോകത്തു നിന്ന് മറഞ്ഞിരുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് അവസാനിപ്പിക്കും. ഒരിക്കൽ വയലാർ രാമവർമ്മയും പി.എൻ. മേനോനും എസ്.കെ. നായരും കൂടി എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് വരുമ്പോൾ ഉച്ച സമയം ഊണ് കഴിഞ്ഞ് മയക്കത്തിലായിരുന്ന സമയത്ത് അംബാസഡർ കാറേ ഉള്ളൂ അന്ന്. അംബാസഡർ കാറിൻ്റെ പുറകത്തെ സീറ്റിലാണ് എസ്.കെ. നായരും പി.എൻ. മേനോനും. മുമ്പത്തെ സീറ്റിൽ ഡ്രൈവറുടെ ഇടതുവശത്തായിട്ട് വയലാർ രാമവർമ്മ ഇരിക്കുകയാണ്. പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈവറുടെ കയ്യിൽ പിടിച്ച് വണ്ടി നിർത്താൻ പറഞ്ഞു, കാറ് നിർത്താൻ പറഞ്ഞു. കാറ് നിർത്തിയപ്പോൾ എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ അപ്പോൾ ഈ സഡൻ ബ്രേക്കിട്ട ആഘാതത്തിൽ പുറകെ ഇരുന്ന പി.എൻ. മേനോനും എസ്.കെ. നായരും ഉണർന്നു. പി.എൻ. മേനോനാണ് ഇത് എന്നോട് പറഞ്ഞത്. ഉണർന്നു. എന്താണ് കാര്യം അന്വേഷിച്ചപ്പോൾ ഇടതുവശത്ത് റോഡിൻ്റെ വശത്ത് ഒരു മാവിൻ്റെ അങ്ങ് ഉയരത്തിൽ ഒരു പഴുത്ത മാങ്ങ, നല്ല ചുവന്ന് തുടുത്ത ഒരു പഴുത്ത മാങ്ങ നിൽക്കുന്നു. അത് വയലാറിന് തിന്നേ മതിയാവും. അങ്ങനെയൊക്കെയുള്ള ചില പിടിവാശികൾ ഈ കവികൾക്കുണ്ടാവും. ഇവിടെ ഒരു കവി ഇരിപ്പുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പിടിവാശി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിടിവാശികളുണ്ടാവും. ഈ കുട്ടൻ എന്തെങ്കിലും ആവശ്യപ്പെട്ട് അതിന് പിന്നെ അപ്പീലില്ല. അതുകൊണ്ട് കാറ് നിർത്തിയതിന് ശേഷം പി.എൻ. മേനോൻ വയലാറും വെളിയിറങ്ങി. എസ്.കെ. നായർ ഒരാളെ ഈ മോളിൽ കയറി മാങ്ങ അടക്കാനായിട്ട് കിട്ടുമോ എന്ന് നോക്കാനായിട്ട് അന്വേഷിച്ചു പോയി. ആ സമയത്താണ് പി.എൻ. മേനോൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചത്. കുട്ട, തോക്കുകൾ കഥ പറയുന്നു എന്ന സിനിമയ്ക്ക് ഒരു പാട്ട് കൂടി നീ എഴുതാനുണ്ടല്ലോ, അത് എഴുതി കൊടുക്കണ്ടേ, നാളെ ദേവരാജനെ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അദ്ദേഹം അത് ചിട്ടപ്പെടുത്തില്ല. അപ്പോഴാണ് ഓർമ്മിച്ചത്. അപ്പം നോക്കിയപ്പം ഒരു വിജനമായ സ്ഥലമാണ്, ഒറ്റ കടലാസ് തുണ്ട് പോലുമില്ല. ഒടുവിൽ പി.എൻ. മേനോൻ്റെ പോക്കറ്റിൽ കിടന്ന പാസിംഗ് ഷോ സിഗരറ്റിൻ്റെ അദ്ദേഹം വലിക്കുന്ന ഇത് ഞാൻ ഒരിക്കൽ ഞാൻ എവിടെയോ പറഞ്ഞു. അത് കേട്ടിട്ട് ഒരു ചാനലിൽ ഒരു പെൺകുട്ടി ഇരുന്ന് പറയുന്നു, ചാർമിനാർ സിഗരറ്റാക്കി ആ കുട്ടി. പാസിംഗ് ഷോ എന്ന് പറയുന്നത് ചാർമിനാറാക്കി, സ്വന്തം സൗകര്യത്തിന് വേണ്ടി, അത് കള്ളം കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി. പാസിംഗ് ഷോ സിഗരറ്റാണ് പി.എൻ. മേനോൻ്റെ ട്രേഡ് മാർക്ക്. ആ പാസിംഗ് ഷോ സിഗരറ്റിൻ്റെ കവർ കീറി, സിഗരറ്റ് എടുത്ത് പോക്കറ്റെടുത്ത് കവർ കയറി അംബാസഡർ കാറിൻ്റെ ബോണറ്റിൽ വെച്ച് എഴുതിയ പാട്ടാണ് പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തുവിടർന്നു, നീലോൽപ്പലമിഴി നീ മാത്രം എന്തിനുറങ്ങി എന്ന പാട്ട് പെട്ടെന്ന് എഴുതി തീർത്തു. ആ സിഗരറ്റ് കവറിൻ്റെ വശത്ത് ഈ പാരിജാതം തിരുമിഴി എന്നൊക്കെ അദ്ദേഹം എഴുതിയതിന് വലിയ കാര്യമുണ്ട്. പാരിജാതം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന പാരിജാതമുണ്ട്. പാലാഴി മഥനത്തിൽ കിട്ടിയ ഒരു വൃക്ഷമാണ് പാരിജാതം. അതുകൊണ്ടാണ് അദ്ദേഹം പാരിജാതം എന്ന് പറയുന്നത് തിരുമിഴി എന്ന് പ്രയോഗിച്ചത്. അവിടെയൊക്കെയാണ് കവിയുടെ ഒരു മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത്. ഇങ്ങനെ
പറഞ്ഞു പോയാൽ ഒരുപാടുണ്ട്. ഈയിടെ ഈ ഗുരുവായൂരമ്പല നടയിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു വിദ്വാൻ എഴുതി വച്ചിരിക്കുന്നു: പൊന്നമ്പല നട തുറന്ന് മഞ്ഞമുണ്ടു മടക്കി കുത്തി പടയ്ക്കു നീ ഇറങ്ങി വന്നാൽ ജയിക്കുമല്ലോ പാപം അർജുനൻ. ഗുരുവായൂരപ്പനെ നോക്കി പാടുകയാണ്. പൊന്നമ്പല നട തുറന്ന് മഞ്ഞമുണ്ടു മടക്കി കുത്തി. ഗുരുവായൂരപ്പൻ റൗഡിയാണ്. മഞ്ഞമുണ്ട് മടക്കി കുത്തി ഇങ്ങനെ ഇറങ്ങി പോരാനാണ് പറയുന്നത്. അവിടെ എത്ര ഗുരുവായൂരമ്പലത്തിൽ എത്ര പാട്ടുകൾ ഇവരെല്ലാവരും എഴുതിയിട്ടുണ്ട്. എസ് രമേശൻ നായരാണെങ്കിൽ അദ്ദേഹം ചലച്ചിത്ര ഗാനങ്ങളെക്കാൾ മികച്ച ലളിതഗാനങ്ങൾ ഗുരുവായൂരപ്പനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കേട്ടിട്ടും ഇങ്ങനെ എഴുതാൻ ഉളുപ്പില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ത്രിസന്ധിയെ സാക്ഷി നിർത്തി പൊന്നമ്പല നട തുറന്ന് മഞ്ഞമുണ്ടു മടക്കിക്കുത്തി പടയ്ക്കു നീ ഇറങ്ങി വന്നാൽ ജയിക്കുമല്ലോ പാപം അർജുനൻ. അതിന് പിന്നെ ഉണ്ട് വരി: മധുരയിൽ പിറന്നവനെ വെണ്ണക്കട്ടു കുടിച്ചവനെ. വെണ്ണ കുടിക്കുകയാണോ? വെണ്ണ ശരിക്കും പറഞ്ഞാൽ ഖരരൂപത്തിലല്ലേ ഇരിക്കുക, കുറച്ച് കുഴമ്പ് രൂപത്തിലല്ലേ ഇരിക്കുക. അത് കുടിക്കാൻ പറ്റൂ, കഴിക്കാനേ പറ്റൂ. മാമന വധിച്ചവനെ. ഗുരുവായൂരപ്പൻ ഗുരുവായൂരല്ല തിരുവനന്തപുരത്തുകാരനാക്കി. തിരുവനന്തപുരത്തുകാരാണ് അമ്മയുടെ സഹോദരനെയും അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവിനെയൊക്കെ മാമനെന്ന് വിളിക്കുക. ഞാൻ എൻ്റെ അമ്മാവനെയൊക്കെ മാമനെന്നാണ് വിളിക്കുന്നത്. അത് തിരുവനന്തപുരം ശൈലിയാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ അവിടെ അല്ല, ഇങ്ങ് പോന്നു. ഇവിടെ എവിടെ ഉണ്ട്. മാമന വധിച്ചവനെ ഹാപ്പി എൻഡു. ഗുരുവായൂരമ്പല നടയിൽ വയലാറിൻ്റെ പ്രശസ്തമായ പാട്ട് ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം, അതിൽ നിന്ന് മോട്ടിച്ചെടുത്താണ് ഈ ടൈറ്റിൽ. എന്നിട്ട് അവസാനം കൃഷ്ണ 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 രാധാ കാമുക ഈ ഭക്തൻ ഭക്തൻ പാടും ദുഃഖം കേൾക്കണേ. ഇങ്ങനെ പാടിയ ഏത് ഗുരുവായൂരപ്പനാണ് ദുഃഖം കേൾക്കുന്നത്? ശപിക്കുകയല്ലേ ഉള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ലാസ്റ്റ്, ഈ കഴിഞ്ഞ ഓണക്കാലത്ത് നമുക്ക് ധാരാളം ഓണപ്പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഓണപ്പാട്ടുകൾ സിനിമയിലായിരുന്നാലും അല്ലാതെയും. തരംഗണിയുടെ എത്ര ഓരോ ഓണക്കാലത്തും ലക്ഷക്കണക്കിന് കാസറ്റുകളാണ് ചിലവായിക്കൊണ്ടിരുന്നത്. ഓണപ്പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഓണത്തിന് എന്താ പറയുന്നത്, പിന്നെ സാഹസം എന്ന സിനിമ ഇറങ്ങി. അതിൽ ഒരു പാട്ട്, സാഹസം എന്ന് പറയുന്നത്, അത് കാണുക എന്ന് പറയുന്നത് ആ വാക്ക് പോലെ തന്നെ സാഹസമാണ്. അത് കണ്ടപ്പോൾ, അത് സിനിമ കണ്ടപ്പോൾ ആ പാട്ടും സിനിമയൊക്കെ എനിക്ക് മനസ്സിലായി. സാഹസം എന്ന് പേരിട്ടത് അന്വർത്ഥമാണ് എന്ന് മനസ്സിലായി. അതിലൊരു പാട്ട് ഇങ്ങനെയാണ്: പറ പറ പറക്കണ പൂവേ 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 കളറാവട്ടെ. പൂവ് പറക്കുമോ സുഹൃത്തുക്കളെ? അപ്പുപ്പന്താടി പറക്കും, പക്ഷെ അത് വിത്താണ്. ശകലമൊക്കെ ബയോളജി പഠിക്കണം, സസ്യശാസ്ത്രം പഠിക്കണം പാട്ട് എഴുതാനിരിക്കുന്നവർ. അല്ലെങ്കിൽ പൂവിനെ പറപ്പിക്കും. പറ പറ പറക്കണ പൂവേ 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 കളറാവട്ടെ, ചിരി ചിരി ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ. കുറച്ച് ഇംഗ്ലീഷും കൂടെ ഒക്കെ കയറ്റിയാലേ ഗമ വരൂ. മുല്ലേ 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 എന്ന് 2 തവണ. പിന്നെ അത് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ, മുല്ലയോട് പറയണം മെല്ലെ മെല്ലെ നില്ലേ നില്ലേ. ഇത് പ്രാസ ഒപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതുകയാണ്. അതെങ്കിലും ഒരു ട്യൂണ് കാണും. പ്രാസം ഒത്താൽ മതി, അർത്ഥം വേണ്ടെന്നാണ്. ഇതിൽ പിന്നെ ഈ പാട്ടിൽ പിന്നെ ഒരു ചോദ്യോത്തരമാണ്. നിങ്ങൾ കേട്ട് കാണും: ഏതു മൂട്? അത്തം മൂട്. ഏതു മൂട്? പൂക്കളം മൂട്. അത്തമല്ലേ, പൂക്കളം ഇടുമല്ലോ, പൂക്കളം മൂട്. ഏതു മൂട്? മുണ്ടു മൂട്. ഓണത്തിന് മുണ്ടാണല്ലോ എടുക്കുക. ഏതു മൂട്? സാരി മൂട്. പെണ്ണുങ്ങൾ സാരി ഉടുക്കും, ആണുങ്ങൾ മുണ്ടുടുക്കും. എന്ത് കണ്ടുപിടുത്തം വേണ്ടില്ലേ ഗാനരചയിതാവിൻ്റെ. ഈ ഭാഗ്യത്തിന് ആ 2 വസ്ത്രങ്ങളെക്കുറിച്ചേ പറയുന്നുള്ളൂ. കൂടുതൽ പറഞ്ഞെങ്കിൽ അടിവസ്ത്രങ്ങളെ കാര്യം കൂടെ പറഞ്ഞാണ്. അദ്ദേഹം പറഞ്ഞില്ല, അത് നമ്മുടെ ഭാഗ്യം. ഏത് മൂട്? സദ്യ മൂട്. ഏത് മൂട്? പായസം മൂട്. ഓണത്തിന് പായസം വളരെ പ്രധാനമാണല്ലോ, പായസം മൂട്. ഏത് മൂട്? പപ്പടം മൂട്. അവിടെയും അദ്ദേഹം നിർത്തി. ഏത് മൂട്? ഓണം മൂട്. ഈ പിന്നെ എന്താ ആറന്മുള വള്ളസദ്യയെക്കുറിച്ചാണ് ഇദ്ദേഹം പാട്ട് എഴുതിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേനയും കയ്യും ഒടിഞ്ഞു പോയത്. കാരണം എത്രമാത്രം കറികളാണ് അവിടെ വിളമ്പുന്നത് അല്ലേ. എഴുതി എഴുതി അദ്ദേഹത്തിൻ്റെ കണ്ണ് തള്ളിപ്പോയനെ. ഇങ്ങനെ ഉള്ള പാട്ടുകളാണ് ഇന്ന് ഇറങ്ങുന്നത് സുഹൃത്തുക്കളെ. ഇങ്ങനെ ഇത് എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ അഭിപ്രായം ചോദിക്കാറുണ്ട്. ഞാൻ പിന്നെ ഇന്നത്തെ പാട്ടുകളെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന്. ചിലർ വന്ന് വീട്ടിലൊക്കെ വന്ന് ചില സുഹൃത്തുക്കളെല്ലാം പരിചയപ്പെടാനൊക്കെ വന്നിട്ട് ചോദിക്കും ഇന്നത്തെ പാട്ടുകൾ. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എല്ലാ കുടുംബത്തിലും, പ്രത്യേകിച്ച് പഴയ കാലത്ത് 5-6 മക്കളൊക്കെ ഉള്ളപ്പോൾ ഒരു തലതെറിച്ചവൻ കാണും എല്ലാ വീട്ടിലും. അതിനെ നമ്മൾ വഴിപിഴച്ച സന്തതി എന്നാണ് വിളിക്കുക.
വഴിപിഴച്ച സന്തതി. 7 മക്കളുണ്ടെങ്കിൽ 6 മക്കളുണ്ടെങ്കിൽ 5 പേര് നന്നായിട്ട് പഠിക്കും, പെണ്ണായാലും ആണായാലും. ഒരുത്തൻ മാത്രം തലതിരിഞ്ഞു പോകും, വഴിപിഴച്ച സന്തതി. അതേസമയം കുറച്ചുകൂടി എഴുതാനൊക്കെ അറിയാം, സാഹിത്യം അറിയാവുന്ന തോപ്പിൽ പാസിയപ്പോലുള്ളവർ അതിനെ മുടിയനായ പുത്രൻ എന്ന് വിളിച്ചു. വഴിപിഴച്ച സന്തതി തന്നെയാണ് മുടിയനായ പുത്രൻ. MT വാസുദേവൻ നായരെ പോലുള്ളവർ എന്താ അസുരവിത്ത് എന്ന് വിളിച്ചു. ഇതെല്ലാം ഒന്ന് തന്നെ. ഇത്തരം പാട്ടുകൾ മുടിയനായ പുത്രൻ, അസുരവിത്ത്, വഴിപിഴച്ച സന്തതി എന്ന് വിശേഷിപ്പിക്കാവുന്ന പാട്ടുകളാണ് ഇക്കാലത്ത് ഇറങ്ങുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എന്താ പറയുന്നത് വിടുവായത്വം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂര്യയുടെ പ്രൗഢമായ ഈ സദസ്സിന് മുമ്പാകെ സംസാരിക്കാൻ അവസരം ലഭിച്ചതിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇത്രയും നേരം ശ്രദ്ധയോടെ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള കടപ്പാടും അറിയിക്കുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. സാർ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇപ്പം ഇന്ന് 2 ടോക്ക് കേട്ടു, രണ്ടും നല്ല ഗംഭീരമായിരുന്നു. ആദ്യത്തേത് സമൂഹത്തിലുള്ള മൂല്യച്യുതി, അതിനുള്ള സംരക്ഷണത്തിൻ്റെ കുറവ്. രണ്ടാമത് സംഗീത ലോകത്ത് അല്ലെങ്കിൽ ഗാനരചനയിലുണ്ടായിരുന്ന മൂല്യച്യുതി. ഇപ്പം ഇവിടെ ഉള്ളത് ഈ വേടന് അവാർഡ് കൊടുത്തത് ഇത് പ്രൊമോട്ട് ചെയ്യാനല്ലേ. അപ്പം അവർ ഇതുപോലെ എഴുതിയാലേ ഒരു അവാർഡ് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയിലോട്ട് വന്നപ്പോൾ വേടൻ ഇപ്പോൾ അവാർഡ് കിട്ടി. അയാൾ ഈ തെറി മാത്രം എഴുതുന്നതല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ സാഹിത്യവും സംഗീതവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ സംസ്കാരത്തിന് ച്യുതി വന്നാൽ തീർച്ചയായിട്ടും രാഷ്ട്രം നശിക്കും എന്നാണ് പറയുന്നത്. വിവരമുള്ളവർ പറഞ്ഞിരുന്നു, ഞാനല്ല പറയുന്നത്, വിവരമുള്ളവർ പറഞ്ഞേക്കണം. ഒരു ജനതയുടെ സംസ്കാരം നശിച്ചാൽ അവിടെ ആ രാഷ്ട്രത്തിന് നാശം ഉണ്ടാകുമെന്നാണ്. ഇതൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞ അവാർഡിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഒട്ട് മിൻപിൻ നോക്കാതെ എടുത്തു കൊടുത്ത ഒരു അവാർഡാണ്. ആ വരികളുടെ നല്ല വരികൾ എഴുതിയിരുന്നു എങ്കിൽ കുഴപ്പമില്ല. അതിനകത്ത് ഒരു തരത്തിലും നമുക്ക് യോജിക്കാനൊക്കാത്ത വരികളാണ് അതിനകത്തുള്ളത്. കാരണം എന്താ പറയുന്നത്, അതിനകത്ത് ഈ നമ്മുടെ സംസ്കാരത്തെ മാത്രമല്ല നമ്മളെ കുഞ്ഞനം കുത്തുന്ന തരത്തിലുള്ള വരികളാണ്, തെറികൾ. അതെ, അതിനെ ഞങ്ങൾ താഴേക്കടയിലുള്ളവർ അംഗീകരിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല. താഴേക്കടയിലുള്ളവർക്കും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം മരിച്ചുപോയ പൊൻകുന്നം ദാമോദരൻ പച്ചപ്പനന്തത്തെ എഴുതി വർഷങ്ങൾക്ക് ശേഷം അത് നോട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ ഉപയോഗിച്ചപ്പോൾ അക്കൊല്ലം അവാർഡ് കമ്മിറ്റി ഇത് കേട്ടപ്പോൾ ഈ പാട്ട് കൊള്ളാമല്ലോ എന്ന് കരുതി അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് ആ അവാർഡ് കൊടുത്തു. അദ്ദേഹം മരിച്ചിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. OV ഉഷ എഴുതി ആരാധ്യം പറയും എന്ന് പറയുന്ന മഴ എന്ന സിനിമയ്ക്ക് വേണ്ടി ലെനിൻ രാജേന്ദ്രൻ ഉപയോഗിച്ച കവിത വർഷങ്ങൾക്ക് ശേഷം OV ഉഷയ്ക്ക്, സിനിമയ്ക്ക് വേണ്ടി എഴുതിയതല്ല, OV ഉഷയ്ക്ക് അവാർഡ് നേടിക്കൊടുത്തു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ചരിത്രം നമുക്കുണ്ട്. അതൊക്കെ അംഗീകരിക്കാനേ പറ്റുള്ളൂ. കാരണം അവിടെ ആ കമ്മിറ്റി മഹത്വം കണ്ടു, ആ വരികളുടെ മഹത്വം കണ്ടു. ഇവിടെ മഹത്വമല്ല, അതിൻ്റെ നേരെ വിപരീതമായ അവസ്ഥയാണ് കണ്ടത് എന്നാണ് ഖേദപൂർവ്വം പറയേണ്ടത്. അല്ല, ഈ സംഗീതത്തിന് തന്നെ ഇപ്പം നമ്മളൊരു പാട്ടുകാരൻ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് കമ്പോണൻ്റാണ്. അതെ, അയാളുടെ രാഗങ്ങൾ, താളങ്ങൾ ഇതുപോലെ എല്ലാം അറിയണം, ആ വോയിസിൻ്റെ മോഡുലേഷൻസ് അറിയണം. ഈ ലിസണർ എന്ന് പറയുന്നത് 2 പേരുണ്ടല്ലോ. അതെ, അവരൊന്ന് ചെവി കൂടെ കേൾക്കുന്നവരും ഹൃദയത്തിൽ കേൾക്കുന്നവരും ഉണ്ട്. ഇപ്പം ഇപ്പോഴുള്ള പാട്ടുകൾ ഈ ചെവി കൂടെ കയറ്റി ഇറക്കാനല്ലേ നമ്മളെ കൊണ്ട് പറ്റും. ചെവി കൂടിയും കേൾക്കാൻ പറ്റില്ല. ചേമ്പലയിൽ വെള്ളം വീടും പോലെയാണ്. ചേമ്പലയിൽ വെള്ളം വീണാൽ എന്തായിരിക്കും അവസ്ഥ? തെറിച്ചു പോകും. അതുപോലെയാണ്, ഹൃദയത്തിലോട്ട് കടക്കുന്നില്ല. ഞാനിവിടെ ചില ഉദാഹരണങ്ങൾ വയലാറിൻ്റെയും ഭാസ്കരൻ മാഷിൻ്റെയും ONV സാറിൻ്റെയും ഒക്കെ പറഞ്ഞു. അവർ ഹൃദയം കൊണ്ടാണ് എഴുതിയത്, ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അതാണ് എൻ്റെ വ്യത്യാസം. താങ്ക് യു സാറ്. പല ഗാനങ്ങളെ പറ്റിയും പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞ പോലെ ഹൃദയത്തിൽ നിന്ന് വലിയൊരു ഗാനമായിരുന്നു. വയലാർ രാമവർമ്മ എഴുതി, ദേവരാജ മാസ്റ്റർ സംഗീതം ചെയ്തു. നദി എന്ന പടത്തിൽ അത് റോമിയോ ജൂലിയറ്റ് പോലുള്ള അതേ കഥയാണ്, 2 കുടുംബങ്ങളുടെ കഥ. അത് ഭയങ്കരമായ ഒരു ടേൺ ഉണ്ടാക്കിയ ഒരു ഗാനമുണ്ട്, ആയിരം അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ആ പാട്ട് വയലാറിൻ്റെ 10 മികച്ച ഗാനങ്ങൾ ഒരിക്കൽ ഒരു ചാനൽ ACV തിരഞ്ഞെടുക്കാനായിട്ട് ആളുകളിൽ നിന്ന് പോൾ നടത്തി 10 ഗാനങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു ഇത് നടത്തി, അഭിപ്രായ സർവേ നടത്തിയപ്പോൾ അതിലെനിക്ക് തോന്നുന്നു 10-ൽ 2-മതോ 3-മതോ, ആദ്യത്തെ പാട്ട് ചക്രവർത്തിനിയായിരുന്നു, 2-മത്തെ 3-മത്തെ പാട്ടാണ് ഈ 1000 പാദസരങ്ങൾ. ആ പാട്ട്
വയലാർ എഴുതിയത് ആലുവ ഗസ്റ്റ് ഹൗസിലിരുന്ന് പിന്നെ ഈ നദിയെ നോക്കിക്കൊണ്ടാണ്, ആലുവ പുഴയെ നോക്കിക്കൊണ്ടാണ്. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയും ഒഴുകി. ആ പിന്നെയും ഒഴുകി എന്നുള്ള പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അന്ന് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ കവി നോക്കുമ്പോൾ ആ കവിക്ക് വേണ്ടി അത് ഒഴുകുകയാണ്. പിന്നെയും ഒഴുകി, ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി. അവിടെയൊക്കെയാണ് ഒരു കവിയെ നമ്മൾ അംഗീകരിക്കുക. കവിയല്ല, ഗാനരചയിതാവിനെ, കവിയായ ഗാനരചയിതാവിനെ അംഗീകരിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും അത് അതിലെ മികച്ച ഗാനമാണ്. അത് കെട്ടുവള്ളങ്ങളിൽ വന്ന് ആലുവയുടെ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന 3 കുടുംബങ്ങൾ, 2 അല്ല 3 കുടുംബങ്ങളുടെ കഥ പറഞ്ഞ ചിത്രമാണ് നദി. അപ്പോൾ അതിൽ പിന്നെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ബേബി സുമതി, നേരത്തെ ഞാൻ പറഞ്ഞ ബേബി സുമതി അവതരിപ്പിച്ച കഥാപാത്രവും വേറൊരു കുടുംബത്തിൽപ്പെട്ട പ്രേം നസീർ അവതരിപ്പിച്ച കഥാപാത്രവും തമ്മിൽ വളരെ അടുപ്പമാകും. എന്നുവെച്ചാൽ പിന്നെ അന്ന് പരിചയപ്പെട്ടതാണെങ്കിലും ദിവസങ്ങൾ കഴിയുമ്പോൾ വളരെ വളരെ സ്വന്തം മകളെപ്പോലെയോ സ്വന്തം സഹോദരിയെ പോലെയോ ആ കൊച്ചുകുട്ടി അതിനെ, പക്ഷേ ആ കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങുമ്പോൾ ഈ കുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാനൊക്കുന്നില്ല. അപ്പോഴാണ് ഈ പാട്ട് കേൾക്കുന്നത്, പ്രേം നസീർ പാടുന്നത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഓമലേ ആരോമലേ ഒന്ന് ചിരിക്കൂ ഒരിക്കൽ കൂടി. അത് ബേബി സുമതിയെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട്, ആ കുട്ടിയെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്. നദിയായിരുന്നാലും ശരി, സതിയോട് പറയാണ്, ഓമലേ ആരോമലേ ഒന്ന് ചിരിക്കൂ. ഇവരുടെ ഈ അന്തഃഛിദ്രം വന്നപ്പോൾ പിണങ്ങി മാറി എല്ലാവരും, അപ്പോൾ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഓമലേ ആരോമലേ ഒന്ന് ചിരിക്കൂ ഒരിക്കൽ കൂടി. ഇങ്ങനെ ഓരോ പാട്ടിനെക്കുറിച്ചും പറയണമെങ്കിൽ 1 മണിക്കൂർ വേണം. പിന്നെ സാറേ, ഞാൻ കൊല്ലത്തുകാരനാണ്. PN മേനോൻ പാസിംഗ് ഷോ ബ്രാൻഡല്ലേ, SK നായരുടെ അയൽവാസിയാണ്. ഓ ശരി. SK നായരുടെ ഫേവറേറ്റ് കാർ എന്നൊരു ബെൻസ് ആയിരുന്നു. അദ്ദേഹം എന്ത് സംഭാവനകളാണ് ചെയ്തിട്ടുള്ള SK നായർ. തീർച്ചയായിട്ടും അകാലത്ത് മരിച്ചുപോയി. ചെമ്പരത്തി, ചായം, മഴക്കാറ്, ഒരുപാട് പടങ്ങൾ. പറയും. കാവ്യരചനയും ചലച്ചിത്ര ഗാന രചനയും തികച്ചും വ്യത്യസ്തമാണ്. കവിത കവിയുടെ സ്വതന്ത്രമായ രചനയാണ്, ആത്മാവിഷ്കാരം. ചലച്ചിത്ര ഗാനം സ്വതന്ത്രമായ ഒരു രചന അല്ല, കഥാസന്ദർഭത്തിന് അനുയോജ്യമായി സംവിധായകൻ്റെ നിർദ്ദേശാനുസരണം എഴുതുന്നതാണ്. അതിൻ്റെ ചില നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മികച്ച ഗാനങ്ങൾ രചിക്കണമെങ്കിൽ പ്രതിഭാശാലികളായ കവികളെ കൊണ്ടേ കഴിയൂ. അതെ, അത് 100% ശരിയാണ്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. കാരണം സിനിമയിൽ പാടുന്നത് കവിയല്ല, കഥാപാത്രമാണ്. അപ്പം ആ കവി കഥാപാത്രമായിക്കൊണ്ട് വേണം പാടാൻ. അതുകൊണ്ടാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പല പ്രയോഗങ്ങളും അവർക്ക് നടത്തേണ്ടി വന്നത്. പക്ഷേ അവരുടെ ഉള്ളിൽ കവിത്വമുള്ളത് കൊണ്ട് അവർക്ക് അറിയാതെ അതിനകത്ത് കവിത വരുന്നു. നമസ്കാരം സാർ. നമസ്കാരം. പറയണം സാറ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ സിനിമാ വരികളിൽ നിരൂപണം നടത്തുമ്പോൾ നമ്മൾ കണ്ടിട്ട് വളരെ കൊതിയോടുകൂടി സാറ് എത്ര ഭാഗ്യവാനാണ്, ഈ സിനിമകളെല്ലാം ഇത്ര പെട്ടെന്ന് കണ്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ അതിൻ്റെ വിമർശിച്ചും അല്ലാതെയും. ഞങ്ങളെ ഗ്രൂപ്പ്, അതായത് ഞങ്ങളെ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരാളെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ സമയത്ത് സാറ്, ഞാൻ നേരത്തെ സാറിനോട് സൂചിപ്പിച്ചു ഒരു പാട്ടിൻ്റെ കാര്യം. അതെ. അതായത് PG വിശ്വംഭരൻ്റെ ഒഴുക്കിനെതിരെ എന്ന സിനിമയിൽ ഏലമരക്കാട്ടിൽ എന്നുള്ള ഒരു പ്രയോഗത്തിന് സാറ് അങ്ങനെ ഒരു മരം, ഏലം എന്ന് പറഞ്ഞ ഒരു മരമല്ല, അതൊരു ചെടിയാണ്. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പാട്ടാണ് അത്. അതിന് അത്ര പോലും വിവരമില്ലാത്ത ഒരു കവിയാണോ ഒരാളാണോ ഇത് എഴുതിയിരിക്കുന്നത്. സ്പൈസസ് ബോർഡിൽ പോയാൽ അതിൻ്റെ ബ്രോഷർ കിട്ടും, അത് വാങ്ങിയിട്ട് അദ്ദേഹം അത് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം എഴുതി. അപ്പോൾ ഇദ്ദേഹം എഴുതിയത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ ശരിയാണെന്ന് തോന്നും. അത് ആ ഒരാഴ്ചയും നമുക്കത് ശരിയാണ്. പക്ഷെ തൊട്ടടുത്ത ആഴ്ചയിൽ ശ്രീകുമാരൻ തമ്പി സാറ് അതിനെഴുതിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് അതിരൂക്ഷമായിട്ടായിരുന്നു. ഈ ഏലം എന്താണെന്നും ഏലമരം എന്താണെന്നും ഉള്ള സാമാന്യ വിവരമൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഞാൻ. എൻ്റെ ചേട്ടൻ
സ്പൈസസ് ബോർഡിൻ്റെ എന്തോ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഇത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ളെങ്കിൽ അത് കവിയുടെ സ്വാതന്ത്ര്യമാണ്, പോരാത്തത് സിനിമയുടെ ആവശ്യമാണ്. ആ രീതിയിൽ ഉള്ള വാക്കുകൾ പ്രയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെ, നമുക്കിത് രണ്ടും ശരിയാണെന്ന് തോന്നുന്നു. സാറ് പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. മിക്കവാറും ഞാൻ ഈ എഴുതി തുടങ്ങിയ സമയത്ത് കലാകൗമുദിയുടെ ഫിലിം മാഗസിനിലാണ് ഞാൻ എൻ്റെ തുടക്കം. എഴുതിയ സമയത്ത് മിക്കവാറും എല്ലാ ഗാനരചയിതാക്കളും പിന്നെ മറുപടി എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ മറുപടി വരുന്നത് നെല്ലിക്കാത്തളം വയ്ക്കേണ്ട നിരൂപകൻ എന്ന ഹെഡിങ്ങിലാണ്. അതിൻ്റെ ഗൂഢാർത്ഥം മനസ്സിലായല്ലോ. ബി മാണിക്യം എന്ന് പറയുന്ന ജനേകത്തിൽ ജോലി ഉണ്ടായിരുന്ന അദ്ദേഹം മരിച്ചുപോയി. ഇപ്പം അദ്ദേഹമാണ് അന്ന് ബിജു പൊന്നേത്ത്, ദിവ്യ ഉണ്ണിയുടെ ഒരു സഹോദരന് ഒരു വകയിലൊരു സഹോദരനാണ് ബിജു പൊന്നേത്ത്. അവരൊക്കെ എഴുതിയ പാട്ടുകളെക്കുറിച്ച് അന്ന് എഴുതിയപ്പോൾ ഇവർ രണ്ടുപേരും മറുപടി എഴുതി. അതിനുശേഷം ബിജു തിരുമല, മുല്ലനേഴി. ബിജു തിരുമല എഴുതിയത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. വാക്കുകൾ ഉണ്ടോ? മൈനാകം എന്നുള്ള പാട്ടിനെ കുറിച്ച് അല്ല, അതെഴുതി. അത് മണ്ടു മൈനാകങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പേ തന്നെ അദ്ദേഹം വാക്കുകൾ അർത്ഥവേട്ടയ്ക്കുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി എഴുതി. പക്ഷേ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ മറുപടി എഴുതിയെങ്കിലും അന്നും പിന്നീട് ഞാൻ ഇതിനൊരു മറുപടി കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു വലിയ വാഗ്വാദങ്ങൾ നടന്നു തുടക്ക സമയത്ത്. പക്ഷെ അപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത ചിലരുമുണ്ട്. അതിലൊരാൾ യൂസഫ് അലി കേച്ചേരിയാണ്. അദ്ദേഹം പുണ്യാഹം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതേ ഫിലിം മാഗസിനിൽ തന്നെ എനിക്ക് മറുപടി എഴുതി. എൻ്റെ പ്രവർത്തനം വേണം, ശുദ്ധീകരിക്കണം, അതിനൊരു പുണ്യാഹം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് യൂസഫ് അലി കേച്ചേരി എനിക്ക് പരിചയമില്ല, പിൽക്കാലത്താണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പിന്നെ പലരും എന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എഴുതിയിട്ടുണ്ട്. ഈ മുഖം നന്നല്ലാത്തതിന് കണ്ണാടി ഉടയ്ക്കുന്നത് എന്തിനെന്ന് മുല്ലനേഴി ചോദിച്ചു. ഇങ്ങനെ പലരും ധാരാളം പേര് എഴുതിയിട്ടുണ്ട്. കാരണം നമ്മൾ എഴുതുമ്പോൾ, പക്ഷേ ഇവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് വാസ്തവം. ഒരിക്കൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ കൈതപ്പുറവുമായിട്ട് ഞാൻ സംസാരിച്ചിരിക്കുമ്പോൾ, കൈതപ്പുറത്തിന് തൃശ്ശൂർ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരുവനന്തപുരത്തേക്കും കൈതപ്പുറത്തിന് കോഴിക്കോടൊക്കെയാണ് തീവണ്ടി വരേണ്ടത്. അപ്പോൾ രണ്ടുപേരുടെയും വണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ അവിടെ കൊണ്ട് വന്നിട്ട് ചോദിച്ചു, ഓ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കൈതപ്പുറം പൊട്ടിച്ചിരിച്ചു. എന്താ സംസാരിച്ചാലെന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ ഭയങ്കര ശത്രുക്കളാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ എഴുതുമ്പോൾ മുഖം നോക്കാതെ എഴുതും. അവർ മറുപടി എഴുതും, അതിന് വീണ്ടും മറുപടി എഴുതും. അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മൈനാകം എന്ന് പറയുന്ന ആ ഒരു പ്രയോഗവും അതിൻ്റെ ആ കഥാപാത്രവും ആ സിനിമയിലെ ആ ഒരു സിറ്റുവേഷനും എല്ലാം വളരെ ആപ്റ്റായിരുന്നു. സാറ് എന്തുകൊണ്ട് സാറ് വിമർശിച്ചു? അത് തെറ്റാണെന്നുള്ള ഭാഗത്തായിരുന്നു നമുക്കെല്ലാവർക്കും. സാറിന് അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു? ഇല്ല, അത് ഞാൻ എഴുതുന്നത് ഇപ്പോൾ പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഇല്ല, കൈതപ്പുറത്തിൻ്റെയൊക്കെ ഒരുപാട് പാട്ടുകൾ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അതെ, അറിയാം. പല പാട്ടുകളെയും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇപ്പോൾ ചില പാട്ട് പ്രയോഗങ്ങൾ അന്നും ഇന്നും തെറ്റായിട്ട് തന്നെ നിലനിൽക്കുന്നതുണ്ട്. അതിലൊന്നാണ് ഈ മൈനാകവും. കാരണം അത് ഇപ്പോൾ എനിക്കിപ്പോൾ അതിൻ്റെ ഓർമ്മ വരുന്നില്ല ശരിക്കും എന്താണ് എഴുതിയെന്നുള്ളത്. പക്ഷേ കൈതപ്പുറത്തിൻ്റെ പിന്നെ മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി എന്നുള്ള പാട്ടിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. മഴവിൽ കൊതുമ്പിലേറി വന്ന മഴവിൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? പകൽ സമയത്ത്. രാത്രി ഉണ്ടാവില്ലല്ലോ. രാത്രി ഉണ്ടാകാത്ത മഴവില്ലും വെണ്ണിലാക്കിളിയും തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടും? അതാണ് എൻ്റെ ചോദ്യം. അതിന് കൈതപ്പുറം മറുപടി പറഞ്ഞില്ല. മാത്രവുമല്ല, അദ്ദേഹം തന്നെ പിന്നെ എന്താ പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന പത്മരാജൻ്റെ അവസാനത്തെ ചിത്രത്തിന് വേണ്ടി എഴുതി. പാലപ്പൂവിനോട് സഖി ചോദിക്കുകയാണ്, നിൻ്റെ തിരുമംഗല്യത്താലി എന്ന് പറഞ്ഞാൽ അവളുടെ കെട്ടുതാലി എന്നാണ്. അവളുടെ ഭർത്താവിനെ ആവശ്യപ്പെടുന്നതിന് തുല്യമല്ലേ അത് എന്നാണ് ഞാൻ എഴുതിയത്. അതിനൊന്നും കൈതപ്പുറം മറുപടി പറഞ്ഞില്ല. ഈ മണ്ടുമൈനാകത്തിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നില്ല. അത് ഈ പഴയ മാസികയൊക്കെ എടുത്ത് നോക്കണം, എങ്കിലേ ഓർമ്മ വരും. അങ്ങനെ പലതും ഒരുപാട് എഴുതിയിട്ടുണ്ട്. തീർച്ചയായും അന്ന് ഈ സിനിമാ വാരികൾ കിട്ടിയാൽ ആദ്യം സാറിൻ്റെ ആർട്ടിക്കിൾ വായിച്ചതിന് ശേഷമാണ് മറ്റു ആർട്ടിക്കിളിലേക്ക് ഞങ്ങൾ പോകുന്നത്. അതായത് കലാകൗമുദിയിൽ എം കൃഷ്ണൻ നായരുടെ സാഹിത്യ വാരഫലം വായിച്ചിട്ട് മറ്റുള്ള വായിക്കാൻ പോകുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരുന്നു. അദ്ദേഹം എൻ്റെ അമ്മാവനാണ്. അമ്മാവൻ വെച്ചാൽ അമ്മയുടെ മൂത്ത സഹോദരനാണ്. അപ്പോൾ ഇത്രയും നേരം എന്തായാലും